ഹലോ മക്കളെ, ഇറ്റ്സ് മീ മഹ്റൂഫ്. വെൽക്കം ടു എജുപോർട്ട്. എടാ, നമ്മൾ ഇന്ന് ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ബേസ് തൊട്ട് എൻഡ് വരെ ആ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് കുഞ്ഞു സമയത്തിൽ പെട്ടെന്ന് പഠിക്കാൻ പോവുക. ഓക്കെ, ആ മക്കൾ എന്ത് ചെയ്യുക? തുടക്കം മുതൽ ഒടുക്കം വരെ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക. പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, എല്ലാ കോൺസെപ്റ്റും സാർ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യും, കറക്റ്റ് ഫുൾ ഫോക്കസിലോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ സാർ, ഈ ചാപ്റ്ററിൽ ഞങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ മക്കൾക്ക് അറിയേണ്ട കാര്യം ഇതാണ്. എന്താണ് ഒരു പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലായിക്കോണം. എന്താണ് സാർ ശരിക്കും ഒരു പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സാർ ആദ്യം കോൺസെപ്റ്റ് പറയും, അത് കഴിഞ്ഞിട്ട് മക്കൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം, വിച്ച് മീൻസ് അതിന്റെ ഡെഫിനേഷൻസ് കാര്യങ്ങളിലേക്ക് പോകും. അതിനുശേഷം അവിടുന്ന് ന്യൂമറിക്കൽസ് കാര്യങ്ങൾ, PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും പറഞ്ഞു തരും കേട്ടോ. വിച്ച് മീൻസ് ഈ ചാപ്റ്ററിന്റെ ഓവറോൾ മൊത്തത്തിൽ നമ്മൾ ഇന്ന് സെറ്റ് ആക്കാൻ പോവുകയാണ്. ഓക്കെ, ആ രീതിയിൽ മക്കൾ ഇരിക്കുക. എടാ, ആദ്യം തന്നെ മനസ്സിലാക്കുക ശരിക്കും എന്താണ് സാർ പീരിയോഡിക് മോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ശരിക്കും പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പാർട്ടിക്കിളിന്റെ മോഷൻ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അത് റെഗുലർ ഇന്റർവെൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മോഷനെയാണ് നമ്മൾ എന്ത് പറയാ? പീരിയോഡിക് മോഷൻ എന്ന് പറയാം. സർ മനസ്സിലായില്ല? ഇതല്ലേ കുറെ ആൾക്കാർ പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചോ. എടാ, നമ്മള് ഇപ്പൊ സണ്ണിന്റെ എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ സണ്ണ് ഇവിടെ ഇരിക്കുകയാണ്. സോളാർ സിസ്റ്റത്തിൽ സണ്ണ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ സണ്ണിന് ചുറ്റും ഭൂമിയെ പോലുള്ള പ്ലാനറ്റ്സ് എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ പ്ലാനറ്റ്സും സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ സണ്ണിന് ചുറ്റും ഓരോ പ്ലാനറ്റുകളും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മക്കൾ ചിന്തിച്ച് നോക്കിയേ, എടാ ഈ പ്ലാനറ്റുകളുടെ എല്ലാം പൊസിഷൻ വീണ്ടും അതിങ്ങനെ അല്ലെ, ആ ഒരു മോഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. വിച്ച് മീൻസ് എടാ റെഗുലർ ഇന്റർവെല്ലില് റിപ്പീറ്റ് ചെയ്യുന്ന മോഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങൾ ഫാൻ കറങ്ങുന്ന ആലോചിച്ച് നോക്കിയേ അല്ലെ, അതിന്റെ ലീഫുകൾ വീണ്ടും ആ മോഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. ഇത് തന്നെ വേണമെന്നില്ല. ഇതിപ്പോ സർ എന്താ എക്സാമ്പിൾ എടുത്തത്? മോഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ അല്ലെ. സണ്ണിന് ചുറ്റും പ്ലാനറ്റുകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സർ ആ പ്ലാനറ്റിന്റെ മോഷൻ വീണ്ടും അത് റെഗുലർ ഇന്റർവെല്ലുകളിൽ കൃത്യമായ ഇടവേളകളിൽ സർ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മോഷൻ നമ്മൾ എന്ത് വിളിക്കുക? പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുക. സർ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എടാ, നമ്മള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിനെ സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്നൊക്കെയാണ് പറയാ. ഒരു സ്പ്രിംഗിന്റെ എൻഡിൽ ഇതാ ഇതുപോലെ ഒരു മാസ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സ്പ്രിംഗിന്റെ എൻഡിൽ ഒരു മാസിനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ മാസിനെ ഇതാ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുകയാണ്. എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതിനെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്റെ കൈ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? സർ സിമ്പിൾ അല്ലേ കാര്യം? സ്പ്രിംഗ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഇതല്ലേ നിങ്ങൾ പറയാൻ പോണേ? വിച്ച് മീൻസ് അവിടെ ഫ്രിക്ഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കിയേ, അത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കും. വിച്ച് മീൻസ് അതിന്റെ മോഷൻ എടാ റെഗുലർ ഇന്റർവെൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഓസിലേഷൻ ഓഫ് സ്പ്രിംഗ് ഇത് നമുക്ക് വേണമെങ്കിൽ എന്തിന് എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം? എടാ ഓസിലേഷൻ ഓഫ് സ്പ്രിംഗും എന്തിന് എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം? പീരിയോഡിക് മോഷൻ എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതും അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, പുതിയൊരു സംഭവമൊന്നുമല്ല. ഇതാ ഇത്തരത്തില് എടാ ഒരു അറ്റാച്ച്മെന്റ് ഇന്ന് സർ എന്ത് ചെയ്യാണ്? ഒരു സ്ട്രിങ് അറ്റാച്ച് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു മെറ്റാലിക് ബോളിനെ ഞാൻ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ്. മെറ്റാലിക് ബോളിനെ സാധാരണഗതിയിൽ നമ്മൾ പറയാറ് ബോബ് എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലെ. ഇയാൾ എന്താ വിളിക്കാറ്? ബോബ് എന്നൊക്കെ പറയാറുണ്ട്. വിച്ച് മീൻസ് ഒരു മെറ്റാലിക് ലോഹ നിർമ്മിതമായ ഒരു ബോൾ, അത്രേ അർത്ഥമുള്ളൂ മെറ്റാലിക് ബോൾ. ഞാൻ ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് ഞാൻ ഒരു കാര്യം ചെയ്യാണ്. എടാ ഇതിൽ ജസ്റ്റ് ഒരു ഫോഴ്സ് കൊണ്ട് എക്സേർട്ട് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ഒരു ഫോഴ്സ് ആണ് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഊഞ്ഞാലാടുന്ന പോലെ ഇയാൾ അങ്ങോട്ടും ഇങ്ങനെ ആടിയും കൊണ്ടിരിക്കും അല്ലെ. ടു ആൻഡ് ഫ്രോ ഡയറക്ഷനിൽ ഇയാൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് കൊടുക്കും. വിച്ച് മീൻസ് ഇത് നമ്മൾ പറയാം സിമ്പിൾ പെൻഡുലം എന്നാ പറയാം. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ ഇതൊക്കെ എന്താണ്? പീരിയോഡിക് മോഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്താ സർ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ? സർ ഒന്നുമില്ല, റെഗുലർ ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ ആണോ സർ? അതിനെന്ത് വിളിക്കാം? പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കാം. സർ എക്സാമിന് വാട്ട് ഈസ് പീരിയോഡിക് മോഷൻ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്താ എഴുതി വെക്കണ്ടേ? ഇതാ ശ്രദ്ധിച്ചോ, എ മോഷൻ that repeat itself at regular interval of time is called periodic motion. ഇതാണ് പീരിയോഡിക് മോഷൻ. പഠിച്ചു വെച്ചോ. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു നോക്കണം. സർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തത്? ഓർബിറ്റൽ മോഷൻ ഓഫ് പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലുള്ള പ്ലാനറ്റ്സിന്റെ ഒക്കെ മോഷൻ എടാ, അല്ലെങ്കിൽ മോഷൻ ഓഫ് പ്ലാനറ്റ് അറൌണ്ട് ദ സൺ എന്ന് എഴുതി വെച്ചാലും മതി. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടെ സർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ എഴുതി വെക്കാം. എന്താ എടാ, ഒന്നാമത്തെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടാ ഓസിലേഷൻ ഓഫ് സ്പ്രിംഗ് കൊടുക്കാം. എന്ത് കൊടുക്കാം സർ? ഓസിലേഷൻ ഓഫ് സ്പ്രിംഗ് കൊടുക്കാം. ഓസിലേഷൻ ഓഫ് സ്പ്രിംഗ്. ഓക്കെ, സ്പ്രിംഗിന്റെ ഓസിലേഷൻ കൊടുക്കാം. അതേപോലെ തന്നെ ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലൊക്കെ കൊടുക്കാം. ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലൊക്കെ എക്സാമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ ഒക്കെ മക്കൾക്ക് ഇതിന് എക്സാമ്പിൾ ആയിക്കൊണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ കൃത്യമായിട്ട് എന്താണ് പീരിയോഡിക് മോഷൻ ഉള്ള കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ സർ, അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? എടാ ഇത് കാര്യങ്ങൾ ആൾറെഡി നിങ്ങൾ മനസ്സിലാക്കിയില്ല. എന്താണ് പീരിയോഡിക് മോഷൻ ഉള്ള കൺസെപ്റ്റ് ഉണ്ട്. റെഗുലർ ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ ആണോ സർ? നമ്മൾ അതിനെ പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കും. എന്നാൽ ഒരു പാർട്ടിക്കിളിന്റെ മോഷൻ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ പാർട്ടിക്കിളിന്റെ മോഷൻ ഇത് റെഗുലർ ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയ സമയത്ത് ഈ പാർട്ടിക്കിളിന്റെ മോഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് വിചാരിക്കുക. വിച്ച് മീൻസ് അതിനെ നമ്മൾ പറയാം ഫ്രണ്ട് ആൻഡ് ബാക്ക്, ദാറ്റ് ഈസ് ടു ആൻഡ് ഫ്രോ. ഓക്കെ, അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എന്നാണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥം. ഓക്കെ,
അപ്പൊ ഒരു ബോഡിയുടെ മോഷൻ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം അത് പീരിയോഡിക് ആണ്, റെഗുലർ ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയ സമയത്ത് സർ ആ ബോഡിയുടെ മോഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ദാറ്റ് ഈസ് ടു ആൻഡ് ഫ്രോ ഡയറക്ഷനിലാണ് സർ. അപ്പോൾ റെഗുലർ ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്ന അറ്റ് ദ സെയിം ടൈം ടു ആൻഡ് ഫ്രോ ഡയറക്ഷനിൽ നടക്കുന്ന ചില മോഷനുകളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സർ ഓസിലേഷൻ, അല്ലെങ്കിൽ ഇയാളെ നമ്മൾ എന്ത് വിളിക്കും? വൈബ്രേഷൻ എന്ന് വിളിക്കും. ഒന്നില്ലെങ്കിൽ നമുക്ക് അയാൾ എന്ത് വിളിക്കാം? ഓസിലേഷൻ എന്ന് വിളിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് അയാൾ എന്ത് വിളിക്കാം? വൈബ്രേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ എന്താ സർ ഒരു മോഷൻ ഓസിലേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താ? നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെ. എന്ത്? റെഗുലർ ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് അത് പീരിയോഡിക് ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഈ പീരിയോഡിക് മോഷൻ എന്ന് പറയുമ്പോൾ റെഗുലർ ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്താൽ പോരെ, പക്ഷെ ഓസിലേഷൻ വൈബ്രേഷൻ ആവണമെങ്കിൽ പീരിയോഡിക്കും ആവണം. അറ്റ് ദ സെയിം ടൈം ആ മോഷൻ എങ്ങനെ ഉണ്ടായിരിക്കേണ്ടത്? ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് ടു ആൻഡ് ഫ്രോ ഡയറക്ഷൻ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ പീരിയോഡിക് ആയിട്ട് നടക്കുന്ന ടു ആൻഡ് ഫ്രോ ഡയറക്ഷൻ നടക്കുന്ന മോഷൻസിനെയാണ് നമ്മൾ ഓസിലേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, സർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എ ബോഡി എക്സിക്യൂട്ട്സ് to and fro motion. A body executes to and fro motion at a regular interval of time. Regular interval of time എന്ന് പറയുമ്പോൾ പീരിയോഡിക് എന്നുള്ള അർത്ഥമാണ് അല്ലെ. At a regular interval of time is called, അതിനെയാണ് സർ എന്ത് വിളിക്കുക? ഓസിലേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് വിളിക്കുക. ഓസിലേഷൻ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് സർ എന്ത്? ഓസിലേറ്ററി മോഷൻ. വൈബ്രേഷൻ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് സർ എന്ത്? വൈബ്രേറ്ററി മോഷൻ. അത് ശരിക്കുള്ള സ്കൂളിലുള്ള പേര്, മറ്റേ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേര്, ആ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. അങ്ങനെ സർ ചോദിക്കട്ടെ, സർ നേരത്തെ പറഞ്ഞ 3 എക്സാമ്പിൾസ് ഉണ്ടായിരുന്നല്ലോ സർ, ഏതൊക്കെയാണ് 3 എക്സാമ്പിൾസ്? ഫസ്റ്റ് കേസ് മോഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ. ഓക്കെ, മോഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ കൺസിഡർ ചെയ്ത ആ ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ്. അത് പീരിയോഡിക് അല്ലേ? ഓഫ് കോഴ്സ് പീരിയോഡിക് ആണ് സർ, അതിന് എക്സാമ്പിൾ ആയിട്ടല്ലേ അത് ഡിസ്കസ് ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, അതിനെ ആ മോഷനെ നമുക്ക് ഓസിലേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് വിളിക്കാൻ പറ്റുമോ? വിച്ച് മീൻസ് സണ്ണിന് ചുറ്റും പ്ലാനറ്റുകളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഷനെ നമുക്ക് ഓസിലേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ് പറ്റും സർ. അങ്ങനെ ഒരിക്കലും പറയരുത്. എങ്ങനെ സർ അങ്ങനെ പറയാൻ പറ്റുക? ഓസിലേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരെ ഇത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആവണ്ടേ? ഇത് അങ്ങനെയാണോ? അല്ലല്ലോ. റെഗുലർ ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ, പക്ഷേ ഇത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അല്ല. അപ്പൊ മോഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ എന്ന് പറയുന്നത് സർ അതെന്താണ്? അത് പീരിയോഡിക് ആണ്, പക്ഷെ അതെന്തല്ല? ഓസിലേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ അല്ല. ഈ രണ്ടാമത്തെ എക്സാമ്പിൾ സർ കൺസിഡർ ചെയ്യട്ടെ. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ? ഓസിലേഷൻ ഓഫ് സ്പ്രിംഗ് അല്ലേ? ഒരു സ്പ്രിംഗിന്റെ ഓസിലേഷൻ. ഒരു സ്പ്രിംഗ് നമ്മൾ വലിച്ചിങ്ങ് വിടുന്നു, അപ്പൊ ആ സ്പ്രിംഗ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പൊ നോക്കുമ്പോൾ അത് പീരിയോഡിക് ആണ്, റെഗുലർ ഇന്റർവെൽ ആ മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം സ്പ്രിംഗ് വലിച്ചു വിടുന്ന സമയത്ത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇങ്ങനെയല്ലേ അത് മൂവ് ചെയ്യുന്നത്? അറ്റ് ദ സെയിം ടൈം അത് ഓസിലേഷൻ ആണ് സർ, അല്ലെങ്കിൽ വൈബ്രേഷൻ ആണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കേസ് അതിനെ ഓസിലേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ വിളിക്കാം. അടുത്ത കേസ് ഞാൻ ചോദിക്കട്ടെ, ഒരു സിമ്പിൾ പെൻഡുലം ഇരിക്കുന്നു അല്ലെ? ഇത്തരത്തിലൊരു സ്ട്രിംഗിൽ നമ്മളൊരു മെറ്റാലിക് ബോളിനെ, ദാറ്റ് ഈസ് ബോബിനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്മാൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ബോബ് ഇതായി ഇങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സാവധാനം ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച് നോക്കിയേ, അത് റെഗുലർ ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകം മനസ്സിലാക്കി അവിടെ ഫ്രിക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കണ്ടീഷനിലാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇതിങ്ങനെ സാവധാനം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Which means the motion of this bob is repeating at a regular interval of time. At the same time, this motion is taking place in to and fro direction, right? ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം എന്തിന് എക്സാമ്പിൾ ആണ്? ഓസിലേഷൻ എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന്റെ ആ മോഷൻ അതെന്തിന് എക്സാമ്പിൾ ആണ്? ഓസിലേഷൻ എക്സാമ്പിൾ ആണ്. പക്ഷേ മോഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ സർ അതെന്തിന് എക്സാമ്പിൾ അല്ല, അത് ഓസിലേഷൻ എക്സാമ്പിൾ അല്ല. അതിന് ജസ്റ്റ് നമുക്ക് പീരിയോഡിക് മോഷൻ ആണ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ സർ, അപ്പൊ ഈ ഓസിലേഷൻ അതേപോലെ തന്നെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഒന്നാണോ? അല്ലെ, ഞാൻ രാജ അവൻ സൂര്യ, ഞങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന് പറയൂലേ? എന്ന പോലെ ഈ ഓസിലേഷനും വൈബ്രേഷനും ഇത് രണ്ടാണോ അതോ രണ്ടും ഒന്നാണോ? മക്കൾ മനസ്സിലാക്കുക, ഓസിലേഷനും വൈബ്രേഷൻ സംഭവം രണ്ടും പരിപാടി ഒന്ന് തന്നെയാണ്, രണ്ടും പീരിയോഡിക് മോഷനുകൾ തന്നെയാണ്. രണ്ടും പീരിയോഡിക് മോഷനുകൾ തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം രണ്ടും ടു ആൻഡ് ഫ്രോ ഡയറക്ഷനിൽ തന്നെയാണ് രണ്ടും നടക്കുന്നത്. പക്ഷേ ഒരേ ഒരു വ്യത്യാസമുള്ളൂ, വളരെ സാവധാനമാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ, സ്മോൾ ഫ്രീക്വൻസിയിലാണ് ഈ പറഞ്ഞ പരിപാടി നടക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ വിളിക്കുന്ന പേരാണ് ഓസിലേഷൻ. എന്നാൽ നമ്മൾ ഈ മോഷൻ ശ്രദ്ധിക്കുന്ന സമയത്ത് വളരെ വലിയ സ്പീഡിലാണ് നടക്കുന്നത്, അവിടുത്തെ ഫ്രീക്വൻസി വളരെ വലുതാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വൈബ്രേഷൻ എന്ന്. ഓക്കെ, ഒറ്റ കണ്ടീഷനുള്ളൂ സർ, ഫ്രീക്വൻസി ഈസ് സ്മോൾ ആണെങ്കിൽ
അവിടുത്തെ ഫ്രീക്വൻസി വളരെ ചെറുതാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ വിളിക്കുന്ന പേരാണ് സർ എന്ത്? ഓസിലേഷൻ എന്ന്. നമ്മൾ പറഞ്ഞ പീരിയോഡിക് മോഷൻ തന്നെ ടു ആൻഡ് ഫ്രോ ഡയറക്ഷൻ നടക്കുന്ന മോഷൻ തന്നെ അവിടെ നോക്കുന്ന സമയത്ത് വളരെ സ്പീഡിലാണ് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ ഒരു മോഷൻ നടന്നുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് അവിടുത്തെ ഫ്രീക്വൻസി ഹൈ ആണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പീരിയോഡിക് ആയിട്ടുള്ള ടു ആൻഡ് ഫ്രോ ഡയറക്ഷൻ നടക്കുന്ന മോഷനുകളെ വിളിക്കുന്ന പേരാണ് സർ എന്ത്? അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വൈബ്രേഷൻ എന്നുള്ളത്. ക്ലിയർ ആണോ? സാധാരണഗതിയിൽ വൈബ്രേഷൻ നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മൾ എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും നോക്കിക്കോ, അധികം എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രിങ്ങിന്റെ വൈബ്രേഷൻ മൂലമായിരിക്കും അല്ലെ. ഒരു സ്ട്രിങ്ങിൽ അല്ലെ നമ്മൾ എന്തെങ്കിലും തരത്തിലൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ സ്ട്രിങ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. സഡൻ ആയിട്ട് ടു ആൻഡ് ഫ്രോ ഡയറക്ഷനിൽ അത് അല്ലെ റെഗുലർ ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്തൊരു മോഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുവഴിയായിരിക്കും അധികമുള്ള എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അതേപോലെ തന്നെ പെൻഡുലത്തിന്റെ ഓസിലേഷനും സ്പ്രിങ്ങിന്റെ ഓസിലേഷനും അതൊക്കെ നമുക്ക് ഓസിലേഷനും എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, രണ്ടും ഒന്നും തന്നെ ചെറിയ മാറ്റമുള്ളൂ. ഫ്രീക്വൻസി ചെറുതാകുമ്പോൾ ഓസിലേഷൻ, ഫ്രീക്വൻസി ഹൈ ആകുമ്പോൾ വൈബ്രേഷൻ. കൃത്യമായിട്ട് കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ മക്കൾസ്? ഹാപ്പി അല്ലേ സർ? അടുത്ത കോൺസെപ്റ്റ് എന്താണ് സർ? ഇത് മുമ്പ് എക്സാമിന് ചോദിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കൂടി ആയിരുന്നു, അതുകൊണ്ടാണ് സർ അത് പ്രത്യേകം ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി. ഐ തിങ്ക് നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഉത്തരം എന്താണ് സർ? കണ്ടീഷൻ ഓൾ ഓസിലേഷൻസ് ആർ പീരിയോഡിക് മോഷൻ. എല്ലാ ഓസിലേഷൻസും അത് പീരിയോഡിക് മോഷൻ ആണ്. ബട്ട് ഓൾ പീരിയോഡിക് മോഷൻസ് ആർ നോട്ട് ഓസിലേറ്ററി. പക്ഷേ എല്ലാ പീരിയോഡിക് മോഷനുകളും അത് ഓസിലേറ്ററി അല്ല. എന്താ സർ പറഞ്ഞത്? ഒന്നുകൂടെ പറയോ? എടാ, എല്ലാ ഓസിലേഷനുകളെയും നമുക്ക് പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കാൻ പറ്റുമോ? നമ്മൾ ചിന്തിച്ച് നോക്കി, എല്ലാ ഓസിലേഷനും പീരിയോഡിക് മോഷൻ വിളിക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ് പറ്റും സർ. ഓസിലേഷൻ എന്ന് പറയുമ്പോൾ അത് പീരിയോഡിക് ആണ്, അറ്റ് ദ സെയിം ടൈം ടു ആൻഡ് ഫ്രോ ഡയറക്ഷൻ നടക്കുന്ന മോഷൻ അല്ലേ? ഓഫ് കോഴ്സ് അതെ. അങ്ങനെയെങ്കിൽ എല്ലാ ഓസിലേഷൻ നമുക്ക് എന്ത് വിളിക്കാം? പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കാം. പക്ഷേ എല്ലാ പീരിയോഡിക് മോഷനുകളെയും നമുക്ക് ഓസിലേഷൻ അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ സർ. എന്തുകൊണ്ട് പറ്റില്ല? എടാ, പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ റെഗുലർ ലെവലിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ എന്ന് മാത്രമേ ആ വാക്കിന് അർത്ഥമുള്ളൂ. അതിനെ കയറി ഓസിലേറ്ററി എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഓസിലേറ്ററി എന്ന് വിളിക്കണമെങ്കിൽ എടാ അത് പീരിയോഡിക് ആവണം, അറ്റ് ദ സെയിം ടൈം ടു ആൻഡ് ഫ്രോ ഡയറക്ഷൻ കൂടി നടക്കണം. അപ്പൊ എന്താണ് സർ? എല്ലാ ഓസിലേഷനും അത് പീരിയോഡിക് ആണ്, പക്ഷെ എല്ലാ പീരിയോഡിക് മോഷനും അതെന്തല്ല, അത് ഓസിലേറ്ററി അല്ല സർ. കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ് അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ട് സർ. അടുത്തതായിട്ട് ഞങ്ങൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കേണ്ടത്, ഞാൻ തൊട്ട് മുമ്പേ ഓസിലേഷനെയും ഫ്രീക്വൻസിയെയും കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് പല മക്കളും ചിന്തിച്ചിട്ടുണ്ടാവും, സാർ ഈ ഫ്രീക്വൻസി കുറയുക കൂടുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എന്താണ് ഈ ഫ്രീക്വൻസി? കുറച്ച് ആൾക്കാരും ചിന്തിച്ചൊരു കാര്യമായിരിക്കും അത്. അതിനെക്കുറിച്ചാണ് അടുത്തായി ഡിസ്കസ് ചെയ്യാനുള്ളത്, പീരിയഡിനെ കുറിച്ചും ഫ്രീക്വൻസിയെ കുറിച്ചും. ആദ്യം തന്നെ നമുക്ക് പീരിയഡിനെ കുറിച്ച് പറയാം. ഓസിലേഷൻ എന്നുള്ള വാക്ക് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെ എല്ലായ്പ്പോഴും നമ്മൾ പറയാറുള്ള ടേമാണ് പീരിയഡ് എന്ന് പറയുന്നത്. ഒരു ഓസിലേഷന്റെ പീരിയഡ് എന്താണ്? ശരിക്കും ഒരു ഓസിലേഷന്റെ പീരിയഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം മക്കൾ മനസ്സിലാക്കുക. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഒരു പൂർണ്ണമായിട്ടും ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ പീരിയഡ് എന്ന് വിളിക്കുന്നത്. ഒരു പാർട്ടിക്കിള് അത് ഓസിലേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് കേസാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് നമ്മുടെ പെൻഡുലത്തിന്റെ കേസ് അല്ലെ, നമ്മുടെ മോഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ എടുക്കാൻ കഴിയില്ലല്ലോ. കാര്യം അതെന്താ? അത് പീരിയോഡിക് ആണ് പക്ഷെ എന്തല്ല, അത് പീരിയോഡിക് ആണ് പക്ഷെ എന്തല്ല, ഓസിലേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ അല്ലല്ലോ, അത് ടു ആൻഡ് ഫ്രോ ഡയറക്ഷൻ അല്ലല്ലോ സർ. അപ്പൊ നമ്മൾ പറഞ്ഞതിൽ രണ്ട് എക്സാമ്പിൾസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. ഒന്ന് സിമ്പിൾ പെൻഡുലത്തിന്റെ കേസ്, രണ്ട് ഒരു സ്പ്രിങ്ങിന്റെ അറ്റത്ത് മാസ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേസ്, ദാറ്റ് ഈസ് സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് പറയുന്ന കേസ്. ഈ രണ്ട് കേസുകൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് എന്താണ് സർ ശരിക്കും ഇവിടെ പീരിയഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പെൻഡുലത്തിൽ ഞാൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്തു എന്ന് മക്കൾ വിചാരിക്കും. ഒരു പെൻഡുലത്തിൽ ഞാൻ ഫോഴ്സ് കൊടുക്കുകയാണ്. ഇത്തരത്തിൽ ഈ പെൻഡുലത്തിൽ ഞാൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഈ ബോബ്, ഈ മെറ്റാലിക് ബോള് അത് ഇങ്ങനെ മൂവ് ചെയ്യും. എന്നിട്ട് അതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിലേക്ക് എത്തും. എന്നിട്ട് തിരിച്ചോ അത് അതിന്റെ മീൻ പൊസിഷനിലേക്ക് വരുന്നു. വീണ്ടും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് അതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിലേക്ക് പോകുന്നു. വീണ്ടും അതിന്റെ മീൻ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നു. ഇതാണ് സത്യം പറഞ്ഞാൽ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ അയാളുടെ ഒരു ഓസിലേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മളിതാ ഇത്തരത്തിൽ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പൊസിഷനിലിരിക്കുന്ന ഒരു സ്പ്രിംഗ് ആണത്. ഓക്കെ, ഇനീഷ്യലി ഇയാൾ പ്രത്യേകിച്ച് ഇയാൾക്ക് സ്ട്രെച്ചിങ് ഒന്നുമില്ല, വെറുതെ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. സ്പ്രിങ്ങിന് പ്രത്യേകിച്ച് മോഷൻ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ ഈ സ്പ്രിങ്ങിനെ വലിച്ചിട്ട് ഈ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ഇയാളെ വലിച്ച് നീക്കി വെച്ചു എന്ന് വിചാരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന സ്പ്രിങ്ങിന് പകരം ഇങ്ങനെ ഇരിക്കേണ്ട സ്പ്രിങ്ങിന് പകരം നമ്മുടെ സ്പ്രിംഗ് ഇപ്പോൾ ഇരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ആരോ നമ്മുടെ സ്പ്രിങ്ങിനെ പിടിച്ച് വലിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത്തരത്തില് എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മുടെ സ്പ്രിംഗ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇവിടുന്ന് ആദ്യം ഇയാൾ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നു അല്ലെ, എക്സ് ഈസ് ഈക്വൽ ടു 0 നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുന്നു, തിരിച്ച് ഇങ്ങോട്ട് വരുന്നു, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങോട്ട് പോകുന്നു, തിരിച്ച് മീൻ പൊസിഷനിലേക്ക് തന്നെ വരുന്നു അല്ലെ. അതായത് ഇങ്ങനെ ഇവിടുന്നാണ് തുടങ്ങുന്നത്. പെൻഡുലത്തിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ട് പോകുന്നു, മാക്സിമത്തിൽ എത്തുന്നു, തിരിച്ച് 0യിലേക്ക് വരുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു, വീണ്ടും മീൻ പൊസിഷനിലേക്ക്
സ്റ്റേഷനിലേക്ക് വരുന്നു. ഓക്കെ, വിച്ച് മീൻസ് അല്ലേ 4 സ്റ്റെപ്പിലായിരിക്കും എപ്പോഴും ഈ പരിപാടി നടക്കുക. ഓക്കെ, സ്റ്റെപ്പ് 1, 2, 3, 4 സർ എല്ലായ്പ്പോഴും ഇത് 4 സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും. ഓക്കെ, ഇതാണ് സത്യം പറഞ്ഞൊരു ഓസിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുക ഒരു ഗ്രാഫ് റിലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. നമ്മളൊരു ഗ്രാഫ് പറയുന്ന സമയത്ത്, ഒരു AC ഗ്രാഫ് പറയുന്ന സമയത്ത് അല്ലേ നോക്കിക്കേ, അതിൻ്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർ ഇതൊക്കെ മനസ്സിലായി സർ. ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സർ എന്ന് മക്കൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ശരിക്കും ശ്രദ്ധിച്ചോ, എടാ എന്താണ് പീരീഡ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് പീരീഡ് എന്നുള്ള കോൺസെപ്റ്റ് മക്കൾ അറിഞ്ഞിരിക്കണം. അതിൽ തന്നെ എടാ പീരീഡിൽ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ആണ്. എന്താ സർ പീരീഡിന്റെ ഇക്വേഷന്? എടാ ഒമേഗ തന്നിട്ട് അതിന് ടൈം പീരീഡ് കാണേണ്ട പല സിറ്റുവേഷൻസും വരും. ഒമേഗ എന്ന് പറയുമ്പോൾ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. മക്കൾ മനസ്സിലാക്കുക, ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് 2π ഡിവൈഡ് ബൈ ടൈം പീരീഡാണ്. പല ക്വസ്റ്റ്യൻസിലും പല സിറ്റുവേഷനിലും ഇനി വരാനിരിക്കുന്ന പല ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിലും നമുക്ക് ടൈം പീരീഡ് കാണേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത്? അടിയിലുള്ള ടീനെ പുറത്തേക്ക് എടുക്കുന്നു. സർ അടിയിലുള്ള ടീ എങ്ങോട്ടാ പോവുക? മുകളിലേക്കാ പോവുക. എടാ മുകളിലുള്ള ഒമേഗ സർ അത് അങ്ങോട്ടാ പോവുക? അടിയിലേക്ക്. അടിയിലുള്ള ടീ അത് മുകളിലേക്ക്, മുകളിലുള്ള ഒമേഗ അത് അടിയിലേക്ക്. ഓക്കെ, അപ്പൊ 2π ഡിവൈഡ് ബൈ ഒമേഗ എന്ന് കിട്ടും ഡിയർ ജീനിയസ്. ഓക്കെ, പ്രത്യേകം മനസ്സിലാക്കി വെച്ചോ. ഒമേഗ തന്നാൽ, ഒമേഗ എന്ന് പറയുമ്പോൾ ആംഗുലാർ ഫ്രീക്വൻസിയാണ് അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റിയാണ്. അത് തന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് എങ്ങനെയാണ് ടൈം പീരീഡ് കാണുക? 2π ബൈ ഒമേഗ എടുത്താൽ മതി. ഓക്കെ, എടാ ഇതിന്റെ SI യൂണിറ്റ് എന്താ വരിക? എടാ സമയമല്ലേ പീരീഡ് എന്ന് പറയുമ്പോൾ അല്ലേ? ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയമാണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താ സർ വരിക? സെക്കൻഡ്. അല്ലാതെ എന്താ അല്ലേ? എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താ വരിക? സെക്കൻഡ് ആയിരിക്കും അതിന്റെ യൂണിറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, എടാ പീരീഡ് പഠിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത കോൺസെപ്റ്റ് വളരെ ഈസിയാണ് അല്ലേ? പീരീഡ് എന്തായിരുന്നു? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം. തിരിച്ചു നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് നടക്കുന്നുണ്ട്? അതായത് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ എ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്, അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. അതായത് ഒരു സെക്കൻഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള എത്ര സൈക്കിൾസ് നടക്കുന്നുണ്ട്. നമ്മൾ ഫാൻ കറങ്ങുന്ന കേസൊക്കെ പറയാനുണ്ട്, ഒരു സെക്കൻഡ് നോക്കുമ്പോൾ എത്ര പ്രാവശ്യം ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് എന്ത്? ഫ്രീക്വൻസി എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഓഫ് എ പീരിയോഡിക് മോഷൻ ഓർ ഓസിലേറ്ററി motion is the number of oscillations per unit time. എടാ ഒരു യൂണിറ്റ് ടൈമിൽ നടക്കുന്ന ഓസിലേഷനുകളുടെ എണ്ണമാണ് സർ എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക, ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. നിങ്ങൾക്ക് ടൈം പീരീഡിന്റെ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ അതിനെ 1/, എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസി കിട്ടും. ഫ്രീക്വൻസി ഈസ് റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. 1/, ടൈം പീരീഡിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കുക. സർ അപ്പൊ നേരത്തെ സർ എന്തോ ഇക്വേഷൻ പറഞ്ഞിരുന്നില്ലേ? എന്താ ഇക്വേഷൻ? എടാ ഒമേഗ തന്നു കഴിഞ്ഞാൽ അതിന് ടൈം പീരീഡ് കണ്ടെത്താൻ ഇക്വേഷൻ പറഞ്ഞിരുന്നില്ലേ? ഓഫ് കോഴ്സ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എടാ നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/, ടൈം പീരീഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എടാ നിങ്ങൾക്ക് ആംഗുലാർ, അതായത് നമ്മുടെ ആംഗുലാർ വെലോസിറ്റി തന്നിട്ട് ഫ്രീക്വൻസി കാണാനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് സർ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ 2π ബൈ ഒമേഗ അല്ലേ എടുത്തത്, അപ്പൊ അതിനെ തിരിച്ചിട്ടാ പോരെ. അപ്പൊ ഫ്രീക്വൻസി കാണുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ടൈം പീരീഡ് കണ്ടിട്ട് അതിന്റെ 1/, എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പഠിച്ച ഇക്വേഷനെ തിരിച്ചിട്ടാ പോരെ. അതായത് ഒമേഗ ബൈ 2π എടുത്താലും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസി കിട്ടും. അപ്പൊ ലീനിയർ ഫ്രീക്വൻസി ദാറ്റ് ഈസ് ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസി കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആംഗുലാർ വെലോസിറ്റി, അതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേര് ആംഗുലാർ ഫ്രീക്വൻസി, അതേ ഡിവൈഡ് ബൈ 2π ചെയ്താലും നിങ്ങൾക്ക് ആ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ ആൾറെഡി നിങ്ങൾ ടൈം പീരീഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, ആ വാല്യൂവിനെ തിരിച്ചിട്ടാൽ മതി. ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യം ടൈം പീരീഡിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡാ. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്താ വരിക? 1/, സെക്കൻഡ് (10⁻⁻⁻1). അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത് സർ? ഹേർട്സ് എന്നാണ് ഇയാൾ അറിയപ്പെടുക. എന്താ അറിയപ്പെടുക? ഹേർട്സ്. ഓക്കെ, അതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹേർട്സ് എന്ന്. അപ്പൊ ആ രീതിയിൽ ഹേർട്സ് ആയിരിക്കും ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് മക്കൾ ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കുക, നമുക്കറിയാലോ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പല പൊസിഷൻസിലും പല ഡിസ്പ്ലേസ്മെന്റുകൾ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ഒരു വാല്യൂ ഇല്ലേ? എടാ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ, ആ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം വാല്യൂ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ് എന്ന്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത്തരത്തിലൊരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. പക്ഷെ ഇയാൾ മൂവ് ചെയ്ത് ഇയാൾക്ക് പരമാവധി എത്ര ദൂരം നമ്മുടെ മീൻ പൊസിഷനിൽ മൂവ് ചെയ്യാൻ പറ്റും, അതിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ദാറ്റ് ഈസ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ. അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ മക്കൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു ക്രസ്റ്റിന്റെ ഒരു ഉന്നതിയുടെ ഉയർച്ചയാണ്, ദിസ് ഹൈറ്റ് ഓഫ് എ ക്രസ്റ്റ് എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഒരു ആയതിയുടെ താഴ്ചയാണ്, അല്ലെങ്കിൽ ദിസ് ഡെപ്ത് ഓഫ് എ ട്രഫ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. TROUGH അല്ലെ? ട്രഫ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, മീൻ പൊസിഷൻ ഒരാൾക്ക് മാക്സിമം എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് സർ? ഇതറിയപ്പെടുന്ന പേരാണ് എന്ത്? അതറിയപ്പെടുന്ന പേരാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് അല്ലേ? ലെങ്ത് അല്ലേ? ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് എന്താ വരിക? മീറ്റർ ആയിരിക്കും. അതിന്റെ യൂണിറ്റ് വരിക എന്താ? യൂണിറ്റ് വരിക മീറ്റർ ആയിരിക്കും യൂണിറ്റ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ?
മക്കൾസ് അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ട കോൺസെപ്റ്റ് ആണ് ദാറ്റ് ഈസ് SHM. കൃത്യമായിട്ട് പറയാന്നുണ്ടെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സർ എന്താണ് ശരിക്കും സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഒരുപാട് പ്രാവശ്യം എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് SHM അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. സർ ആദ്യം എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് പറഞ്ഞാൽ എല്ലാ കേസും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എന്താണ് SHM കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ചാപ്റ്ററിൽ നമ്മൾ ഓസിലേഷനെ കുറിച്ചാണ് പഠിക്കുന്നുള്ള കാര്യങ്ങൾക്ക് മനസ്സിലായി. ഈ ഓസിലേഷനിൽ തന്നെ ചില ഓസിലേഷൻസിന്റെ ഡിസ്പ്ലേസ്മെന്റിന് നമുക്ക് സൈനോ കോസോ വെച്ച് എഴുതാൻ പറ്റും. ഈ സൈൻ ഫംഗ്ഷന്റെയും കോസ് ഫംഗ്ഷന്റെയും പ്രത്യേകത എന്താ? ഇത് ഹാർമോണിക് ഫംഗ്ഷൻ, അതായത് റിപ്പീറ്റിംഗ് ഫംഗ്ഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ സൈനിന്റെ ഗ്രാഫൊക്കെ നിങ്ങൾ ഓൾറെഡി ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നതാണ് അല്ലേ? സൈനിന്റെ ഗ്രാഫ് എങ്ങനെ വരിക? സർ തൊട്ടുമ്പോൾ വരച്ച പോലെ ഇതേപോലെ 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഗ്രാഫാണ്. കോസിന്റെ ഗ്രാഫ് ആണെങ്കിലും മക്കൾക്ക് അറിയാതെ ഇങ്ങനെ വന്ന് ഇത്തരത്തിൽ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഗ്രാഫുകളാണ് സൈനിന്റെയും കോസിനും ഒക്കെ ഉള്ളത് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രാഫുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് നമ്മൾ പറയുന്ന പേരാണടാ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് നമ്മൾ എന്താ പറയുക? ഹാർമോണിക് ഫംഗ്ഷൻ എന്നാണ് പറയുക. അപ്പോൾ എന്താ സർ ഇതിന്റെ കോൺസെപ്റ്റ്? ഒരു ഓസിലേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പാർട്ടിക്കിൾ അതായത് ഒരു ഓസിലേറ്റിംഗ് പാർട്ടിക്കിളിന്റെ ഓസിലേഷന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ അതായത് ആ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് സൈനോ അല്ലെങ്കിൽ കോസോ വെച്ച് എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഓസിലേറ്റിംഗ് പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് സൈനോ അല്ലെങ്കിൽ കോസോ ദാറ്റ് ഈസ് സൈൻ ഫംഗ്ഷനോ കോസ് ഫംഗ്ഷനോ വെച്ച് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓസിലേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന്. ഓക്കെ, അപ്പോൾ ഈ സൈനെയും കോസിനും നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ എന്ത് പറയാം? ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഹാർമോണിക് ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു ഓസിലേറ്റിംഗ് പാർട്ടിക്കിളിന്റെ ഓസിലേഷന്റെ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓസിലേഷനെ പറയുന്ന പേരാണ് എന്ത്? SHM. കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ആ ഡെഫിനിഷൻ അങ്ങ് പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് ദ ഓസിലേറ്റിംഗ് മോഷൻ ഈസ് സെഡ് ടു ബി സിമ്പിൾ ഹാർമോണിക്. എപ്പോഴാണ് സർ ഒരു ഓസിലേഷൻ നമ്മൾ സിമ്പിൾ ഹാർമോണിക് എന്ന് പറയാ? ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ടേംസ് ഓഫ് എനി സിംഗിൾ ഹാർമോണിക് ഫംഗ്ഷൻ. ഏതെങ്കിലും ഒരു ഹാർമോണിക് ഫംഗ്ഷൻ വെച്ച് നമുക്ക് എഴുതാൻ പറ്റണം. എന്താ സർ ഹാർമോണിക് ഫംഗ്ഷൻ? സർ ഓൾറെഡി ആ കോൺസെപ്റ്റ് തന്നിട്ടുണ്ട്. സൈനെ അല്ലെങ്കിൽ കോസിനെ വിളിക്കുന്ന പേരാണ് ഹാർമോണിക് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഓസിലേറ്റിംഗ് പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ ഏതെങ്കിലും ഒരു ഹാർമോണിക് ഫംഗ്ഷൻ വെച്ച് എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓസിലേറ്ററി മോഷനെ അല്ലെങ്കിൽ ഓസിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് SHM. ഇറ്റ് ഈസ് ദ ഓസിലേഷൻ ഇൻ വിച്ച് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ടേംസ് ഓഫ് എനി സിംഗിൾ ഹാർമോണിക് ഫംഗ്ഷൻ. ഏതെങ്കിലും ഒരു ഹാർമോണിക് ഫംഗ്ഷൻ വെച്ചിട്ട്. കൃത്യമായിട്ട് കോൺസെപ്റ്റ് കിട്ടി ഇല്ലടാ? സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്ത നിങ്ങൾ മനസ്സിലാക്കുക. സർ പറഞ്ഞല്ലോ അതിനെ സൈനോ കോസോ വെച്ച് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് സർ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ നോക്കിക്കേ. X is equal to A sin omega t plus phi എന്ന് എഴുതാം. അല്ലെങ്കിൽ X is equal to നമുക്ക് എന്ത് കൊടുക്കാം? A cos omega t plus phi എന്ന് കൊടുക്കാം. സൈനിന്റെ ടേംസിൽ എഴുതാം അല്ലെങ്കിൽ കോസിന്റെ ടേംസിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക എന്ന് പറഞ്ഞു? SH എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ SHന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ എഴുതുക? A sin omega t plus phi അല്ലെങ്കിൽ A cos omega t plus phi എന്നുള്ള രീതിയിലാണ് എഴുതുക. ഓക്കെ അല്ലേ? അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഉറപ്പായിട്ടും എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലായ്പ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് SHMന്റെ ഡിസ്പ്ലേസ്മെന്റ് ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. പല മക്കളും സർ ഈ ചാപ്റ്ററിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഇതാണെന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടിയാണ്. അത് ന്യൂമറിക്കൽ കണക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ അത് സെറ്റാക്കി തരിക എന്നുള്ളതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക. ഇതിൽ ഓരോ ടേംസും എന്തിനെയാണ് സർ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതാണ് കുറെ മക്കൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആ കോൺസെപ്റ്റ് നമുക്ക് ആവശ്യമാണ്. എന്നിരുന്നാലേ നമുക്ക് അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ X is equal to A sin omega t plus phi ആണ് സർ. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എക്സിനെ നമുക്ക് ആ സൈനെ മാറ്റി കോസ് ആക്കി കൊടുക്കാം. ദാറ്റ് ഈസ് A cos omega t plus phi എന്ന് റെപ്രസെന്റ് ചെയ്യാം സർ. മക്കൾ നോക്കുക. ഈ X is equal to A sin omega t plus phi എന്ന് പറയുന്ന ഇക്വേഷനിൽ ഓരോ ടേംസും സർ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? X റെപ്രസെന്റ് ചെയ്യുന്നത് പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിനെയാണ്. X റെപ്രസെന്റ് ചെയ്യുന്നത് പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിനെയാണ്. X എന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഒരു കുഞ്ഞു ബ്രാക്കറ്റിൽ T കൊടുക്കാം സർ. അതുകൊണ്ട് എന്താ സർ ഉദ്ദേശിക്കുന്നത്? ഈ ഇക്വേഷനകത്ത് ഇവിടെ T വരുന്നില്ലേ? ഈ T എന്താ? അത് ടൈമാണ്. അതെന്താടാ? സമയമാണ്, ടൈമാണ്. അപ്പൊ ആ സമയത്തിന് നിങ്ങൾ എത്രയാണ് വാല്യൂ കൊടുക്കുന്നത്? ഇപ്പൊ 2 സെക്കൻഡ് എന്നാ കൊടുക്കുന്നത് വെച്ചെങ്കിൽ സമയം 2 സെക്കൻഡ് ആകുമ്പോഴുള്ള പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ ഇയാൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ടൈമിനനുസരിച്ചുള്ള പാർട്ടിക്കിളിന്റെ അല്ലെ അങ്ങനെ തന്നെയല്ലേ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് പറയാൻ പറ്റും. അതുകൊണ്ടാണ് താഴെ ഒരു T കൊടുക്കുന്നത്. കൊടുത്തെഴുതാൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ X എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. അതായത് സമയം T ആകുമ്പോഴുള്ള പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള അർത്ഥത്തിലാണ് അടിയിൽ ഒരു കുഞ്ഞു ബ്രാക്കറ്റിൽ T കൊടുത്തിട്ടുള്ളത്. ഇനി A കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? A എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഈക്വൽ ടു കഴിഞ്ഞിട്ട് സൈനോ കോസോ കൊടുത്തതിന്റെ തൊട്ട് മുമ്പായിട്ട് കൊടുക്കുന്ന ലെറ്റർ ആണ് A കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർ അത് ആംപ്ലിറ്റ്യൂഡ് ആണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് സർ ആൾറെഡി മക്കളെ പഠിപ്പിച്ചതാണ് അല്ലെ?
എന്താണ് ആംപ്ലിറ്റ്യൂഡ്? ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ അല്ലെ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ. മീൻ പൊസിഷന് ഒരു പാർട്ടിക്കിൾ ഉണ്ടായേക്കാവുന്ന ഒരു പാർട്ടിക്കിളിനുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വിളിക്കുന്ന പേരാണ് സർ എന്ത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു കോൺസ്റ്റന്റ് വാല്യൂ എന്നെല്ലാം സർ പഠിപ്പിച്ചതാണ്. ക്ലിയർ? അടുത്തത് എടാ ഒമേഗ എന്ന് പറഞ്ഞൊരു ടേം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ആരാണ് സർ ഒമേഗ? എടാ ശ്രദ്ധിച്ചോളാ, ഒമേഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. എടാ ഇതിനെ തന്നെ വിളിക്കുന്ന ഒരു മറ്റൊരു പേരുണ്ട്. ആംഗുലാർ ഫ്രീക്വൻസിയുടെ മറ്റൊരു പേര് മക്കൾക്ക് പറയാൻ പറ്റുമോ? എടാ ആംഗുലാർ ഫ്രീക്വൻസിയെ തന്നെയാണ് നമ്മൾ എന്തും പറയാ, ആംഗുലാർ വെലോസിറ്റി എന്നും പറയുന്നത് ഇയാളെ തന്നെയാണ്. ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്ത്? ആംഗുലാർ വെലോസിറ്റി. അയാളുടെ യൂണിറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, റാഡ് സെക്കൻഡ് റൈസ് ടു -1 ആണ്. നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് പറയുന്ന പോലെ ഇവിടെ വരുന്ന ആളാണ്. ദാറ്റ് ഈസ് റാഡ് സെക്കൻഡ് റൈസ് ടു -1 അല്ലെ, ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി റൊട്ടേറ്റിംഗ് പാർട്ടിക്കിളുടെ വെലോസിറ്റിയാണ്. ക്ലിയർ? അടുത്തത് എടാ സാധാരണഗതിയിൽ നമ്മൾ സൈൻ കഴിയുമ്പോൾ സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാറ് അല്ലെ. ഇവിടെ തീറ്റയ്ക്ക് പകരം മൊത്തത്തിൽ നമ്മൾ എന്താ കൊടുത്തത്? ഒമേഗ ടി പ്ലസ് 5, വിച്ച് മീൻസ് ഇവിടത്തെ ആംഗിൾ, മൊത്തം ആംഗിൾ അതെന്താണ്? ഒമേഗ ടി പ്ലസ് 5 ആണ്. അപ്പൊ ആംഗിളിന് ഇവിടുത്തെ മൊത്തം ആംഗിൾ എന്താ? അതിനെ നമ്മൾ ഫേസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഫേസ് എന്തെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ എടുക്കേണ്ടത്? ആ സൈന് കഴിഞ്ഞിട്ട് അവിടെ കൊടുത്ത മൊത്തം ടേമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സർ? ഫേസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഫേസ് ഏതാണ്? ഒമേഗ ടി പ്ലസ് 5 ആണ് സർ ഇവിടുത്തെ ഫേസ്. ഒമേഗ ടി പ്ലസ് 5 ആണ് ഇവിടുത്തെ ഫേസ്. ഇനി അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, എടാ ടി അതായത് ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്തെന്ന് ചോദിക്കുമ്പോൾ പല മക്കൾക്കും കൺഫ്യൂഷൻ ആണ്. സർ ഈസി ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. എടാ ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി ചോദിക്കുമ്പോൾ മക്കൾ മനസ്സിലാക്കുക, ടീന്റെ ഫ്രണ്ട് ആണ് ഒമേഗ എന്ന് പറയുന്നത്. എപ്പോഴും ടീന്റെ തോളി കൈയിട്ടുകൊണ്ടാണ് നിൽക്കുക. എപ്പോഴും അവർ ഭയങ്കര കമ്പനി ആയിരിക്കും, ഭയങ്കര കൂട്ടായിരിക്കും, എപ്പോഴും അവർ ഒരുമിച്ചാണ് കാണുക. വിച്ച് മീൻസ് ഒമേഗ ദാറ്റ് ഈസ് ആംഗുലാർ വെലോസിറ്റി. ഒമേഗ ടി കാ ദോസ്ത് ഹേ, ടി കാ ദോസ്ത് കോൻ ഹേ? അരെ ഭായ് സാബ്, എടാ ടി കാ ദോസ്ത് ഹേ ഒമേഗ. ടീയുടെ ദോസ്താണ് ഒമേഗ. മനസ്സിലാക്കി വെച്ചേക്കണം എന്റെ ജിൽജിൽ മക്കൾസ്, മനസ്സിലാക്കി വെച്ചേക്കണം. ടി കാ ദോസ്ത് ഹേ ഒമേഗ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഈ ഇക്വേഷനിൽ കൂട്ടിനാരുമില്ലാതെ ഒറ്റക്കൊരാൾ നിൽക്കുന്നുണ്ട്, സിംഗിൾ ആയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ആ സർ ഞങ്ങൾക്കറിയാം. എടാ സിംഗിൾ ആയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അതാരാണ്? അതാണ് ഫൈ. അതിനെ വിളിക്കുന്ന പേരാണ് ഫേസ് കോൺസ്റ്റന്റ്. അയാളെ വിളിക്കുന്ന പേരാണ്, എടാ സിംഗിൾ പെർസെന്റ് വിളിക്കുന്ന പേരാണ് സർ എന്ത്? ഫേസ് കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ ഇയാളെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് കാൾഡ് ഇനീഷ്യൽ ഫേസ് ആംഗിൾ എന്നൊരു പേരും ഇയാൾക്കുണ്ട്. എന്തുകൊണ്ടാ? ഇനീഷ്യൽ ഫേസ് ആംഗിൾ എന്ന് പറയുന്ന ഒരു പേരും ഇയാൾക്കുണ്ട്. ഫേസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് ആംഗിൾ. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, എ ആംപ്ലിറ്റ്യൂഡ് ആണ്, ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ആണ്, എ ടി കാ ദോസ്ത് ഹേ ഒമേഗ. ഓർത്തിരിക്കണം, സിംഗിൾ ആയിട്ടിരിക്കുന്ന ഫേസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് ആംഗിൾ. ഇത്രയും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാവുന്ന എല്ലാ ടൈപ്പും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത്. സർ അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ സർ, ഞങ്ങളെ കൊണ്ട് പറ്റുമോ? ഓഫ് കോഴ്സ് പറ്റും. എൻ്റെ ഡിയർ എജുപോർട്ടിയൻസിനെ കൊണ്ട് പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാൻ പറയുന്ന വാക്കാ, മഹറൂസ് സർ പറയുന്ന വാക്കാ. കറക്റ്റ് നോക്കിക്കോ. SHM is given by x is equal to 8 sin 10 pi t plus pi by 4 meter. Find the എന്തൊക്കെയാണ് കാണേണ്ടത്? ആംപ്ലിറ്റ്യൂഡ് കാണണം, ആംഗുലാർ ഫ്രീക്വൻസി കാണണം, പീരിയഡ് കാണണം, ഫ്രീക്വൻസി കാണണം, ഇനീഷ്യൽ ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റന്റ് കാണണം. മക്കളെല്ലാവരും വീഡിയോ പോസ് ചെയ്യുക, സെൽഫ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം സാറിന്റെ ബാക്കി പാർട്ട് വീഡിയോ കാണുക. ഓക്കെ, സാർക്ക് പറയാനുള്ളത്, എടാ ഇത് വെറുതെ ഏതൊരു ക്വസ്റ്റ്യൻ അല്ല, പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണോ മക്കൾസ്? ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വസ്റ്റ്യൻ ആണോ സർ? അല്ലല്ലോ. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സർ പറഞ്ഞ അതേപോലെ ചെയ്യുക. അതായത് ആദ്യം നിങ്ങൾ എക്സിന്റെ വാല്യൂ എടുത്ത് എഴുതുക. ദാറ്റ് ഈസ് 8 sin 10 pi t പ്ലസ് പൈ ബൈ 4. ഇതാണല്ലോ സർ എക്സിന്റെ വാല്യൂ. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യുക? എക്സിന്റെ വാല്യൂ അതേപോലെ എടുത്തെഴുതുക. പിന്നെ മക്കൾസ് എന്താ ചെയ്യേണ്ടത്? എടാ എക്സിന്റെ വാല്യൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അതിന്റെ തൊട്ട് താഴെ കൊടുന്ന് എഴുതുക. എക്സ് ഈസ് ഈക്വൽ ടു നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താ? എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണല്ലോ സർ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ലേ? എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി പരിപാടി വളരെ എളുപ്പമാണ് സർ. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. എടാ എക്സ് കഴിഞ്ഞ് സൈനിന്റെ തൊട്ട് മുമ്പായിട്ടുള്ള ആള് അതാണ് എ. അതിവിടെ എത്രയാണ്? 8 ആണ് സർ. അതിവിടെ എത്രയാണ്? 8 ആണ് സർ. അപ്പൊ ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ അത് ഒറ്റടിക്ക് കിട്ടി. എത്ര കിട്ടി? 8 മീറ്റർ എന്ന് കിട്ടി. ഇനി അല്ലെ ആ പ്രശ്നമില്ല, ആംപ്ലിറ്റ്യൂഡ് ഒറ്റടിക്ക് നമുക്ക് കിട്ടി. ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 8 മീറ്റർ. രണ്ടാമത്തെ കാര്യം ക്വസ്റ്റ്യൻ ചോദിച്ചത് ആംഗുലാർ ഫ്രീക്വൻസി കാണുക എന്നാണ്. സർ ആദ്യമേ പറഞ്ഞു ആംഗുലാർ ഫ്രീക്വൻസി കാണുക എന്നല്ല അവർ ചോദിച്ചോളുന്നില്ല. അതിന് പകരം എന്തും ചോദിക്കാം. ആംഗുലാർ വെലോസിറ്റി കാണുക
എന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. ആ രീതിയിൽ ചോദിച്ചാലും മക്കൾക്ക് ചെയ്യാൻ പറ്റണം. ആംഗുലാർ ഫ്രീക്വൻസി കാണുക അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി കാണുക എന്ന് പറഞ്ഞാൽ ആരെ കാണാനാണ് ചോദിച്ചത്? എടാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് കാണാൻ ചോദിച്ചത് ദാറ്റ് ഈസ് ഒമേഗ. അതിനെ വിളിക്കുന്ന പേരാണല്ലോ ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്ന്. എടാ എങ്ങനെയാണ് ഈ തന്ന റിലേഷൻ എന്ന് ഒമേഗ കണ്ടെത്തുക? സർ പറഞ്ഞ കാര്യം ഞങ്ങൾ മറന്നിട്ടില്ല. എടാ ടീയുടെ തോളി കൈയിട്ട് നിൽക്കുന്ന എ ടീക്ക ദോസ്ത് ഹേ ഒമേഗ. എടാ ഇവിടെ ആരാണ് ടീയുടെ ദോസ്ത്? ദാറ്റ് ഈസ് 10 പൈ അല്ലേ? അപ്പോൾ ഒമേഗയുടെ വാല്യൂ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് 10 പൈ. അത്രയും റാഡ് പെർ സെക്കൻഡ് ആണ്. 10 പൈ റാഡ് പെർ സെക്കൻഡ് ആണ് എന്തിന്റെ വാല്യൂ സർ? ഒമേഗയുടെ വാല്യൂ. അപ്പൊ അങ്ങനെ ഒമേഗയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താ? ദാറ്റ് ഈസ് പീരിയഡ്. പീരിയഡ് കാണാൻ വേണ്ടിയാണ് ചോദിച്ചത്. പീരിയഡ് ടി കാണാനാണ് ചോദിച്ചത്. സർ എങ്ങനെയാണ് ഞങ്ങൾ പീരിയഡ് കണ്ടെത്തുക? സർ പീരിയഡ് എന്നുള്ള സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് കൃത്യമായിട്ട് മക്കളെ പഠിപ്പിച്ചതാണ്. സർ പീരിയഡ് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക? എല്ലാവർക്കും അറിയാം. പീരിയഡ് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദാറ്റ് ഈസ് 2 പൈ ബൈ ഒമേഗ അല്ലെ? ടി ഫോർ 2. അപ്പൊ 2 പൈ ബൈ ഒമേഗയാണ് സർ ചെയ്യേണ്ടത്. അപ്പൊ 2 പൈ കൊടുക്കുന്നു. എടാ ഒമേഗ എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ 10 പൈ ആണല്ലേ? എന്താടാ 10 പൈ. പൈ ഗെറ്റ് ക്യാൻസൽഡ്. 2ഉം 10ഉം വെട്ടുന്ന സമയത്ത് നമുക്ക് 5 കിട്ടുന്നു. 1/5 എന്നുള്ള രീതിയിൽ നമുക്ക് വാല്യൂ കിട്ടും. 1/5 എന്ന് പറയുമ്പോൾ അല്ലെ? 1/5 എന്ന് പറയുമ്പോൾ 0.2 അത്രയും സെക്കൻഡ്. പീരിയഡ് ആണ്, യൂണിറ്റ് സെക്കൻഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഈസി ആയിട്ട് അതും കിട്ടിയില്ലേ? ഈസി ആയിട്ട് നമ്മൾ എന്തും കണ്ടെത്തി സർ? പീരിയഡിന്റെ ഇക്വേഷൻ കൊടുത്തിട്ട് പീരിയഡിന്റെ വാല്യൂ കണ്ടെത്തി. 0.2 സെക്കൻഡ് എന്ന് കിട്ടി. ഇനി നാലാമതായിട്ട് നമുക്ക് കണ്ടെത്താനുള്ള കാര്യം എന്താ? ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫ്രീക്വൻസി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. വെരി ഈസി എന്ന് ഞാൻ പറയും. ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു എല്ലാവർക്കും അറിയാം 1 ടൈം പീരിയഡാ. എടാ ഇവിടെ ടൈം പീരിയഡ് എത്രയെന്നാ കിട്ടിയത്? 1/5. അപ്പൊ അത് തിരിച്ചിട്. അപ്പൊ എന്താ 5/1 എന്ന് പറഞ്ഞാൽ 5. അത്രയും ഹേർട്സ് ആണ് എന്തിന്റെ വാല്യൂ കിട്ടുക? ഫ്രീക്വൻസിയുടെ വാല്യൂ കിട്ടുക. എത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തത്. ഇനി അടുത്തത് അഞ്ചാമതായിട്ട് കാണാൻ ചോദിച്ചിട്ടുള്ള കാര്യം അതാണ് അതിനേക്കാൾ ഈസി. എന്ത് കാണാനാണ് ചോദിച്ചത്? ഇനീഷ്യൽ ഫേസ് ആംഗിൾ കാണാൻ അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കാണാൻ വേണ്ടിയാണ് ചോദിച്ചത്. എടാ ഇനീഷ്യൽ ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷനിൽ കൂട്ടിനാരുമില്ലാതെ ഒറ്റക്കൊരാൾ ഇരിക്കുന്നുണ്ട് സർ. അതാരാണ്? ഇറ്റ് ഈസ് π/4. ഇറ്റ് ഈസ് π/4 ഡിയർ ജീനിയസ് മക്കൾസ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇനീഷ്യൽ ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ എത്രയാണെടാ? π/4 ആയിരിക്കും അതിന്റെ വാല്യൂ. അപ്പൊ കൃത്യമായിട്ട് ഈ രീതിയിൽ എടാ കോൺസെപ്റ്റ് അറിയുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നത് ഈ ക്വസ്റ്റ്യൻ ഉള്ളൂ. അല്ലാതെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കേൾക്കുന്ന സമയത്ത് പേടിക്കേണ്ട കാര്യമല്ല. അപ്പൊ ഈ ചാപ്റ്ററിൽ ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കണേ എന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരിക്കലും അയ്യോ ഇത് ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കലും എൻ്റെ ജീനിയസ് മക്കൾസ് പോവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? എടാ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കാൾഡ് വെലോസിറ്റി ഓഫ് SHM. നമ്മൾ ഓൾറെഡി SHMന്റെ ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? എല്ലാവർക്കും അറിയാം SHMന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ എഴുതുക. അത് വെച്ചുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അടക്കം സർ നമ്മൾ ചെയ്തതാണ്. x ഈസ് ഈക്വൽ ടു a സൈൻ ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ a കോസ് ഒമേഗ ടി പ്ലസ് 5. ഈ ഫോമിലാണല്ലോ നമ്മൾ എക്സിനെ സാധാരണഗതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് സർ ഒരു SHMന്റെ വെലോസിറ്റിക്ക് എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ പറ്റുക? ഇതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, അപ്പോൾ സപ്പോസ് നമ്മൾ എക്സിനെ a സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നുള്ള രീതിയിലാണ് എക്സിനെ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് വെച്ചിട്ട് വെലോസിറ്റി കാണാൻ പറ്റുക? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വെലോസിറ്റി v ഈസ് ഈക്വൽ ടു എന്താണ്? dx/dt ആണ് അല്ലേ? അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാലോ. d/dt ഓഫ് എക്സിന്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത് a സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നാണ്. അപ്പോൾ എക്സിന് സാർ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. a സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലേ? ഈ പരിപാടി വളരെ ഈസി അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. എല്ലാവർക്കും ഡിഫറൻഷിയേഷൻ ഒക്കെ അറിയുന്നതാണ്. v ഈസ് ഈക്വൽ ടു എടാ എപ്പോഴും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റന്റുകൾ എടുത്ത് പുറത്തേക്ക് ഇടാറുണ്ട് അല്ലേ? ഇവിടെ നോക്കി നിങ്ങൾ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ a എന്നുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡാ. ദാറ്റ് ഈസ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ ആണ്. പാർട്ടിക്കിളിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് സമയത്തിനനുസരിച്ച് മാറുമോ? എടാ സമയത്തിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് മാറും, പക്ഷേ ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ മാറും? അത് മാറൂല. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റിനടുത്ത് പുറത്തേക്ക് വെക്കണം. അപ്പോൾ a എന്ന് പറയുന്നത് സർ അത് കോൺസ്റ്റന്റ് ആണ്, സമയത്തിനനുസരിച്ച് മാറൂല, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ ആണ്. അതിനെ പുറത്തേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സൈൻ ഒമേഗ ടി പ്ലസ് 5 മാത്രം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സർ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ഞങ്ങൾ നോക്കിയേ. എടാ സൈൻ്റെ ഡെറിവേറ്റീവ് എല്ലാവർക്കും അറിയാതെ എന്താ? കോസാ. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ്. അപ്പോൾ സൈനിന് പകരം എൻ്റെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് കൊടുക്കുകയാണ്. പക്ഷേ ഒരു കാര്യം മക്കൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ സർ ശ്രദ്ധിക്കേണ്ടത്? എടാ ഇവിടെ സമയത്തിനനുസരിച്ചാണ് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സമയത്തിൻ്റെ ടേം അല്ലാതെ മറ്റൊരു ടേം അതിൻ്റെ കൂടെ ഇല്ലേ? ആരാളുടെ? ഒമേഗ. അപ്പോൾ അത് എടാ സമയത്തിനനുസരിച്ച് നിങ്ങൾ
ഞങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സമയമല്ലാത്ത ആ ടേം ഒമേഗ എന്ന് പറയുന്ന ടേം അതെന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആഫ്റ്റർ ഡിഫറൻസിയേഷൻ ആ കോൺസ്റ്റന്റ് കൊണ്ട് മക്കൾ ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ ഒരു ഒമേഗ കയറി വരും. അപ്പോൾ വെലോസിറ്റിക്ക് എന്താ നമുക്ക് ഇക്വേഷൻ കിട്ടുക? എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5. എടാ എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5. സർ എങ്ങനെ ഞങ്ങളിത് ഓർത്തിരിക്കുക? വളരെ ഈസി ആയിട്ട് മക്കൾസിന് ഇത് ഓർത്തിരിക്കാൻ വേണ്ടി സർ ഐഡിയ പറഞ്ഞുതരാം. എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചെങ്കിൽ അത് നിങ്ങൾ അടുത്തത് ദാറ്റ് ഈസ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ കണ്ടെത്തുക എന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പുറത്ത് ഒരു ഒമേഗ എക്സ്ട്രാ കയറി വരും. പിന്നെ ആ ഏതാണോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വെച്ചെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവും കൊടുത്താൽ മതി. അപ്പോൾ എ ഒമേഗ സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് അല്ലേ. അപ്പോൾ എ കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഒമേഗ ഇട്ട് കൊടുക്കണം, പിന്നെ സൈൻ്റെ ഡെറിവേറ്റീവ് അത് കോസ്. അപ്പോൾ എന്താ കിട്ടുക? വി ഈസ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇതല്ലാതെ മറ്റൊരു എക്സ്പ്രഷൻ കൂടെ നമ്മൾ സാധാരണഗതിയിൽ വെലോസിറ്റിക്ക് പറയാറുണ്ട്. വെലോസിറ്റി അടുത്ത എക്സ്പ്രഷനാണ് വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന രീതിയിലും നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ മക്കൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത് തന്നെയാണ്, ഈ സെയിം ഇക്വേഷൻ തന്നെയാണ്. അത് നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കണ്ട് എഴുതുന്ന ഒരു ഫോമാണ് എന്ത്? വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിലും നിങ്ങൾക്ക് അറിയാത്ത ടേംസ് ഒന്നും ഇല്ല. ഒമേഗ ആംഗുലാർ വെലോസിറ്റി ആണ്, എ ആംപ്ലിറ്റ്യൂഡ് ആണ്, എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ് പാർട്ടിക്കിളിന്റെ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിനെ എഴുതാമെന്ന് മനസ്സിലാക്കുക. വെലോസിറ്റിക്ക് രണ്ട് ഇക്വേഷൻ, എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ. സർ ഇപ്പോൾ വെലോസിറ്റി ആയി, അങ്ങനെയെങ്കിൽ എസ് എച്ച് എമ്മിന് ആക്സലേഷൻ ഉണ്ടാവില്ലേ? എങ്ങനെ എസ് എച്ച് എമ്മിന്റെ ആക്സലേഷൻ പറയാൻ പറ്റുക? എടാ വെലോസിറ്റി വെച്ചിട്ടാണ് നമ്മൾ ആക്സലേഷൻ പറയുക അല്ലേ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു നമുക്കറിയാം എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5 ആ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ആക്സലേഷൻ എഴുതാമല്ലോ. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്, ഡി വി ബൈ ഡി ടി ആണ്. ഓക്കെ സർ, ഇനി ഒന്നും ചെയ്യുന്നില്ല, ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഡി ബൈ ഡി ടി ഓഫ് വെലോസിറ്റി വി എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ട്രിഗണോമെട്രിക് ടേം വരുന്ന ഫംഗ്ഷൻസിലൊക്കെ അതിൻ്റെ മാക്സിമം വാല്യൂ അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? എടാ ഈ കേസിൽ വെലോസിറ്റിയുടെ ആംപ്ലിറ്റ്യൂഡ് എത്ര വരിക? എല്ലാവരും പറയും സർ എ ആണ് വെലോസിറ്റിയുടെ ആംപ്ലിറ്റ്യൂഡ്. അല്ല, അത് തെറ്റാണ്. എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതുമ്പോൾ അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്, പ്രശ്നമല്ല. പക്ഷേ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? അത് എ അല്ല, മറിച്ച് എ ഒമേഗയാണ്. അതായത് സൈനോ കോസോ ഒക്കെ വരുന്ന ഇക്വേഷൻസിൽ അത് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ്, അവിടുത്തെ മാക്സിമം വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ മക്കൾ എന്താ ചെയ്യേണ്ടത്? ആ ഫംഗ്ഷൻ അവിടെ നിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിനടുത്ത് അവിടെ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ ബാക്കി എന്താ അവിടെ ഉള്ളത്? അതാ കറേൻ്റെ മാക്സിമം വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കോസിൻ്റെ ടേമിനെ കംപ്ലീറ്റ് എടുത്താണ് ഒഴിവാക്കി, ഇവിടെ ബാക്കി എന്താണ്? എ ഒമേഗ. അതാണ് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് കേട്ടോ, വെലോസിറ്റി ആംപ്ലിറ്റ്യൂഡ്. ക്ലിയർ? നേരത്തെ എക്സിൻ്റെ ഇക്വേഷനിലോ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 അപ്പോൾ സൈൻ ടേമിനെ ഒഴിവാക്കുമ്പോൾ എ എന്നാണ് കിട്ടുക. അപ്പോൾ അതാണ് അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ്. ക്ലിയർ? അപ്പോൾ ചുരുക്കി പറഞ്ഞ സർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നേരത്തെ ചെയ്ത പോലെ തന്നെ എടാ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡിന് ആദ്യം നമ്മൾ ഇവിടുത്തെ പുറത്തേക്ക് ഇടുകയാണ്. അതിൻ്റെ മാക്സിമം വാല്യൂ അല്ലേ, വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ അല്ലേ, അത് മാറൂലല്ലോ. അപ്പോൾ ബാക്കി എന്താ സർ വരിക? ഡി ബൈ ഡി ടി ഓഫ് ബാക്കിയുള്ള ടേംസ് എന്താ? കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുക, എ ഒമേഗ സർ അങ്ങനെ തന്നെ കൊടുക്കുന്നു. കോസിൻ്റെ ഡെറിവേറ്റീവ് അത് മൈനസ് സൈൻ, എന്താണ്? മൈനസ് സൈൻ ആണ്. മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് കിട്ടുന്നു. ചിന്തിച്ച് നോക്കുക, എടാ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് സർ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ബാക്കി അവിടെ എക്സ്ട്രാ ഒരു ടേം ദാറ്റ് ഈസ് ഒമേഗ കയറി വരുന്നുണ്ട്, അത് കോൺസ്റ്റന്റ് ആണ്. ആഫ്റ്റർ ഡിഫറൻസിയേഷൻ ആ ടേം വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ആക്സലേഷൻ എ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ കിട്ടുക? മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നുള്ള രീതിയിലാണ് ഇക്വേഷൻ കിട്ടുക. മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നുള്ള രീതിയിലാണ് ഇക്വേഷൻ കിട്ടുക. ഓക്കെ, ഇതിനെ തന്നെ നമുക്ക് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് മറ്റു രീതിയിലൂടെ എഴുതാം. സർ നേരത്തെ രണ്ട് ഇക്വേഷൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇതിനെ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതിയെന്ന് വിചാരിക്കും. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? എ സൈൻ ഒമേഗ ടി പ്ലസ് 5. അതാണല്ലോ നമ്മുടെ എക്സ് എന്ന് പറയുന്ന ടേം അല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ആയിരുന്നു. അപ്പോൾ ആ എക്സ് ബാക്കി എന്താ അവിടെ ഉള്ള ഒരു മൈനസ് ഒമേഗ സ്ക്വയർ കേട്ടോ. ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. സർ അങ്ങനെയെങ്കിൽ സർ ഒരു കൺഫ്യൂഷൻ, ഒരു ഡൗട്ട് മക്കളെടുത്ത് ചോദിക്കുകയാണ്, എടാ ആക്സിലറേഷൻ്റെ മാക്സിമം വാല്യൂ, ആക്സിലറേഷൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ എത്രയായിരിക്കും? നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ. സർ പറഞ്ഞ ഐഡിയ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ അവിടെ എടുത്ത് ഒഴിവാക്കുക, ബാക്കിയുള്ളതാണ് അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് അല്ലേ. അപ്പോൾ ഇവിടെ സൈൻ എടുത്ത് ഒഴിവാക്കുക. അപ്പോൾ ഇവിടുത്തെ മാക്സിമം വാല്യൂ എന്താ കിട്ടുക? എ ഒമേഗ സ്ക്വയർ. ഒന്നല്ലെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് കേട്ടോ. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഡസ്റ്റ് ആ വാല്യൂവിനല്ല, അവിടെ ആ പ്ലസ് 5 വലുത് മൈനസ് 5 ചെറുത് അങ്ങനെ ഒരു അർത്ഥം അവിടെ അല്ല. അവിടെ ആ ഡയറക്ഷൻ മാത്രം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ഡയറക്ഷൻ മാത്രമേ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എ ഒമേഗ സ്ക്വയർ ആണ് അതിൻ്റെ മാക്സിമം വാല്യൂ എന്നുള്ള പോലെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ?
മക്കളെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കാൾഡ് എനർജി ഇൻ എസ് എച്ച് എം, അല്ലെങ്കിൽ എനർജി ഓഫ് എസ് എച്ച് എം. ഒരു എസ് എച്ച് എമ്മിന്റെ എനർജി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് എസ് എച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ പെൻഡുലം, സ്പ്രിങ് പോലത്തെ ആൾക്കാർ, അല്ലെ, സ്പ്രിങ് മാസ് സിസ്റ്റത്തിനൊക്കെ പോലത്തെ ആൾക്കാർ. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമ്മളൊരു സ്പ്രിങ്ങിനെ വലിച്ച് വിടുന്ന സമയത്ത്, ഒരു സ്പ്രിങ്ങിനെ വലിച്ച് വിടുന്ന സമയത്ത് അതിന്റെ പൊസിഷൻ മാറുന്നുണ്ട്. വിച്ച് മീൻസ് അയാൾക്ക് എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. എടാ, സ്പ്രിങ് മൂവിങ് ആണ്, സ്പ്രിങ്ങിന് ഒരു മോഷൻ ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ പൊസിഷൻ മാറുന്നതുകൊണ്ട്, എടാ, പാർട്ടിക്കിളിന്റെ പൊസിഷൻ മാറുന്നതുകൊണ്ട് പാർട്ടിക്കിൾ എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. പാർട്ടിക്കിളിന്റെ മോഷൻ മാറുന്നതുകൊണ്ട് അവിടെ എന്തുണ്ടാവും? കൈനറ്റിക് എനർജി ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല. സിമ്പിളായിട്ട് മനസ്സിലാക്കുക, പാർട്ടിക്കിളിന് മോഷൻ ഉണ്ട്, അപ്പോൾ എന്തുണ്ട് സർ? കൈനറ്റിക് എനർജി ഉണ്ട്. പാർട്ടിക്കിളിന്റെ പൊസിഷൻ മാറുന്നുണ്ട്, പാർട്ടിക്കിളിന്റെ പൊസിഷൻ മാറുന്നുണ്ട്, അത് കാരണമായിട്ട് പാർട്ടിക്കിളിന് എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് ജസ്റ്റ് സർ അവിടെ നിന്ന് പറഞ്ഞു പോയി എന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമല്ല, എങ്ങനെയാണ് ഇതിന്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ പറ്റുക, അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യാൻ പറ്റുക. ഇതാണ് ഇവിടുന്ന് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാവരുടെയും മനസ്സിൽ കൈനറ്റിക് എനർജി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഓടി വരുന്ന ഇക്വേഷൻ എന്താണ്? ഹാഫ് mv² ആണ്. ഇതാണ് എല്ലാവരും കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, അല്ലേ? എസ് എച്ച് എമ്മിന്റെ കേസിൽ ഇതാണ് നിങ്ങൾ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. ഇത് ബേസിക് ഇക്വേഷൻ ആണ്, എല്ലാവർക്കും ഉപയോഗിക്കുക. ഒരു എസ് എച്ച് എമ്മിന്റെ കേസിൽ, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് എം സർ അതേപോലെ തന്നെ കൊടുക്കുന്നു. എടാ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ചു. ഒന്നില്ലെങ്കിൽ എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5, അല്ലേ? അല്ലെങ്കിലോ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് a² മൈനസ് x² എന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? അപ്പോൾ വെലോസിറ്റിക്ക് സർ അത് കൊടുക്കുന്നു. ഇതിന് എന്തുണ്ട് സർ? സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടുക? ഹാഫ് ഉണ്ട്, എം ഉണ്ട്. എടാ, ഈ സ്ക്വയർ ഇതിന് രണ്ടിനും ബാധകമാണ്. അപ്പോൾ എം ഒമേഗ സ്ക്വയർ, പിന്നെ റൂട്ടും സ്ക്വയറും അത് വെട്ടിപ്പോകും, അല്ലേ? റൂട്ട് a² മൈനസ് x² ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് വെട്ടിപ്പോയിട്ട് നമുക്ക് എന്താ കിട്ടുക? a² മൈനസ് x² എന്നാണ് കിട്ടുക. ഇതാണ് എസ് എച്ച് എമ്മിന്റെ കൈനറ്റിക് എനർജിയുടെ ഒരു ഇക്വേഷൻ. ഇനി എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെച്ചോ, ഒരു എസ് എച്ച് എമ്മിന്റെ കേസിൽ എം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെ ആണ്. എം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ ആണ്. ഓക്കെ, അപ്പോൾ എം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ മാറ്റിയിട്ട് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ k/m ആണ്. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ. ഒമേഗയുടെ വാല്യൂ കണ്ടെത്തണമെങ്കിൽ അതിനൊക്കെ ഇത് ഉപയോഗിക്കാം. കെ എന്ന് പറയുമ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ്, എം മാസ്, ഒമേഗ ആംഗുലാർ വെലോസിറ്റി, നമുക്ക് അറിയാവുന്ന ടേംസ് തന്നെയാണ് ഒക്കെ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ ഇക്വേഷൻ ഒന്നിലേക്ക് ഇങ്ങനെ പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ തന്നെ ഒന്നുകൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റൂടാ. ഒന്നിലേക്ക് ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇതാണ് റിലേഷൻ എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ എങ്ങനെ സർ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റുക? ഹാഫ് ഇൻറ്റു എടാ എം ഒമേഗ സ്ക്വയറിന് കെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. കെ a² മൈനസ് x² എന്നുള്ള രീതിയിൽ എഴുതിയാലും ഇതിൻ്റെ എക്സ്പ്രഷൻ തന്നെയാണ് വരിക. ക്ലിയർ? ഈ രീതിയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ രണ്ട് രീതിയിലാണ് ഒരു എസ് എച്ച് എമ്മിന്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ മനസ്സിലാക്കുക, സർ ഒരു എസ് എച്ച് എമ്മിന്റെ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ എഴുതുക? എടാ, പൊട്ടൻഷ്യൽ എനർജി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ mgh ആയിരിക്കും, അല്ലേ? ഓക്കെ, mgh ആ രീതിയിലായിരിക്കും. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഓരോ കേസിലും ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഗ്രാവിറ്റേഷൻ കേസ് ആണെങ്കിൽ, അല്ലേ, -gmm/r എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സ്പ്രിങ്ങിന്റെ കേസ് തന്നെ ഹാഫ് kx² എന്നുള്ള രീതിയിൽ, അല്ലേ, ചിലപ്പോൾ വർക്ക് എനർജി പവറിലൊക്കെ ഇക്വേഷൻ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കുക, എടാ, എങ്ങനെയാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ പറയാൻ പറ്റുക? സ്പ്രിങ് പോലത്തെ ആൾക്കാരുടെ കേസിൽ എങ്ങനെയാണ് സർ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ നമുക്ക് പറയാൻ പറ്റുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ തന്നെ ഡിറൈവ് ചെയ്യാം. സർ അത് യു എന്ന് റെപ്രസെൻറ്റേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പി എന്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. സർ അതിന് യു എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം പൊട്ടൻഷ്യൽ എനർജി, അല്ലെങ്കിൽ നമുക്കത് എങ്ങനെയാണ് സർ പൊട്ടൻഷ്യൽ എനർജി കണ്ടെത്താൻ പറ്റുക? എടാ, എല്ലാവരും മനസ്സിലാക്കുക, നമുക്കിപ്പോൾ dx എന്ന് പറയുന്ന ഒരു സ്മോൾ ഡിസ്റ്റൻസ്, ഇപ്പോൾ ഒരു സ്പ്രിങ്ങിനെ പിടിച്ച് വലിക്കണം എന്ന് വിചാരിക്കും. ഒരു സ്പ്രിങ്ങിനെ ഞാൻ പിടിച്ചിങ്ങനെ വലിക്കുകയാണ്, എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൂവ് ചെയ്യുന്ന ഒരു സ്മോൾ ഡിസ്റ്റൻസ് ആണ് dx എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ഇയാളെ മൊത്തത്തിൽ വലിച്ച് നീട്ടേണ്ടത്. അപ്പോൾ അതിൽ ഞാൻ നീക്കുന്ന ഒരു സ്മോൾ ഡിസ്റ്റൻസ് ആണ് dx എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ആ dx ഡിസ്റ്റൻസ് ഈ സ്പ്രിങ്ങിനെ വലിച്ച് നീട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ഞാനൊരു വർക്ക് ചെയ്യേണ്ടത്. വെറുതെ സ്പ്രിങ് നീങ്ങി പോവില്ല, ഞാനൊരു വർക്ക് ചെയ്യണം, ഒരു ഫോഴ്സ് ഞാൻ അതിൽ കൊടുക്കണം. ക്ലിയർ? അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കേസിൽ ഞാൻ ചെയ്യുന്ന കുഞ്ഞു വർക്ക്, ദാറ്റ് ഈസ് dw എന്ന് പറയുന്ന വർക്ക്, അതെങ്ങനെയാണ് സർ കാണാൻ പറ്റുക? വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? അതെല്ലാവർക്കും അറിയുന്ന കേസാണ്, അല്ലെ? F.S അല്ലെ FS cos θ അല്ലെ F.x ആ രീതിയിലേക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണല്ലോ സർ വർക്ക് കണ്ടെത്തുക, അല്ലെ? dx എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതിനെ മൂവ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ട സ്മോൾ വർക്ക്, അല്ലേ? അപ്പോൾ എനിക്ക് മൊത്തത്തിൽ എവിടുന്ന് എടുക്കാൻ നീക്കേണ്ടത് 0 to x എന്ന് പറയുന്ന ഡിസ്റ്റൻസിലേക്കാണ് എനിക്ക് മൂവ് ചെയ്യേണ്ടത്, അല്ലേ? ഇവിടെയാണ് x = 0 എന്ന് വിചാരിക്കുക, അവിടുന്ന് x എന്ന് പറയുന്ന അകലത്തിലേക്ക് എനിക്ക് ഇതിനെ മൂവ് ചെയ്യണം നിങ്ങൾ വിചാരിച്ചു. ക്ലിയർ? അപ്പോൾ അങ്ങനെയെങ്കിൽ 0 to x F.dx ഞാൻ കൊടുത്തു. അപ്പോൾ dw ആ കുഞ്ഞു വർക്ക് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഇവിടെയും മൊത്തത്തിൽ, അല്ലേ, എല്ലാ കുഞ്ഞു വർക്കുകളും കൂട്ടി വരുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള വർക്ക് കിട്ടുക. 0 to x F ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? -kx ആ. സ്പ്രിങ്ങിനെ പോലത്തെ ആൾക്കാരുടെ കേസിൽ, എസ് എച്ച് എമ്മിൻ്റെ കേസിൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു എന്താ? -kx ആണ്, അല്ലേ? കാര്യം സ്പ്രിങ്ങിന് എത്രയാണോ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത് വെച്ചെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഫോഴ്സ് ഉണ്ടാവുക. F പ്രൊപ്പോർഷണൽ ടു -x, അപ്പോൾ കോൺസ്റ്റന്റ് കൊടുക്കുമ്പോൾ F ഈസ് ഈക്വൽ ടു -kx എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സ്പ്രിങ്ങിനെ പോലത്തെ ആൾക്കാരുടെ കേസിൽ ഫോഴ്സ് എടാ MA എന്നല്ല നമ്മൾ കൊടുക്കുക, -kx എന്നാണ് കൊടുക്കുക. ക്ലിയർ? ഇനി F.dx ആണ്. അപ്പോൾ ഫോഴ്സ് ഞാൻ കൊടുത്തു,
എടാ ഫോഴ്സ് ഞാൻ കൊടുത്തു, ഇന്റഗ്രൽ അല്ലേ എഫ് കൊടുത്തു, ഇനി എന്താ കൊടുക്കണ്ടേ? എടാ എഫ് കൊടുത്തിട്ട് ഇനി എന്താ കൊടുക്കണ്ടേ? ഡി എക്സ് ഉണ്ട് അല്ലേ, ഡി എക്സ് സർ അങ്ങനെ തന്നെ കൊടുക്കുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഇടയ്ക്കുള്ള ആംഗിൾ ആണ് അവിടെ അടുത്ത് കൊടുക്കേണ്ടത്, കോസ് തീറ്റ അല്ലേ. അപ്പോൾ ഞാൻ എന്താ കൊടുക്കുക? കോസ് 180. ഓക്കെ, അതായത് സ്പ്രിങ്ങിനെ ഓൾറെഡി സ്പ്രിങ്ങിന് ഇങ്ങോട്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സ്പ്രിങ്ങിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലേ. ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് വെച്ചെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ? അപ്പോൾ കോസ് 180 എന്ന് പറയുമ്പോൾ -1 ആണ്, ആ -1 ഈ -1 വെട്ടിപ്പോവും. ചുരുക്കി പറഞ്ഞാൽ DW ഈസ് ഈക്വൽ ടു 0 to x എന്താ കിട്ടുക? കോൺസ്റ്റന്റ് ഞാൻ പുറത്തേക്ക് കിട്ടും, കെനെ പുറത്തേക്ക് കിട്ടും, എക്സ് ഡി എക്സ് ആണ് കിട്ടുക. അതായത് കോസ് 180 -1 ആണ്, ആ -1 ഈ -1 വെട്ടിക്കളഞ്ഞു, കോൺസ്റ്റന്റ് പുറത്തേക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, എടാ ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇന്റഗ്രൽ ഫോം എന്ന് പറഞ്ഞാൽ അത് x²/2 ആണ്. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? x²/2 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ സർ ഇതിനെ മാറ്റി വന്നു, എല്ലാ കുഞ്ഞു വർക്കുകളും കൂട്ടുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ വർക്ക് അല്ലെ, വലിയ വർക്ക് W എന്ന് പറയുന്ന വർക്ക് കിട്ടുന്നു, k ഇൻറ്റു ഇതിൽ എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്താ? അത് x²/2 ആണ്. ഓക്കെ, അപ്പോൾ ½ kx² എന്നുള്ള രീതിയിൽ വർക്ക് അല്ലെങ്കിൽ എനർജിയുടെ ഇക്വേഷൻ കിട്ടുന്നു. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ, ദാറ്റ് ഈസ് U ഈസ് ഈക്വൽ ടു ½ kx². ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ എഴുതാം. അത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, കേനെ മാറ്റി എഴുതിയാൽ മതി, m⍵² എന്ന് കൊടുത്താൽ മതി. സർ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഫോം. അപ്പോൾ U ഈസ് ഈക്വൽ ടു എടാ kx² എന്ന് എഴുതിയതിന് പകരം m⍵² x² എന്നുള്ള രീതിയിൽ നമുക്ക് ഇതേ ഇക്വേഷനെ വേണമെങ്കിൽ മാറ്റി എഴുതാൻ പറ്റുന്നുള്ള കാര്യം കൂടെ മക്കൾ അതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ അല്ലേ കാര്യം? അപ്പോൾ U ഈസ് ഈക്വൽ ടു ½ kx² അല്ലെങ്കിൽ ½ m⍵² x² എന്നുള്ള രീതിയിലാണ് ഈ ഇക്വേഷൻ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇതാണ് കൈനറ്റിക് എനർജിയും അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയും. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ചിലപ്പോൾ നമ്മളിത് ചോദിക്കുന്നത് ടോട്ടൽ എനർജി ആയിരിക്കും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി ആൾറെഡി നിങ്ങൾ പഠിച്ചില്ലേ. കൈനറ്റിക് എനർജി എന്താ? ½ ka² - x² ആണ് സർ കൈനറ്റിക് എനർജി അല്ലേ. പൊട്ടൻഷ്യൽ എനർജി എല്ലാവർക്കും അറിയുന്നതാണ്. പൊട്ടൻഷ്യൽ എനർജി എന്താ? ഇറ്റ് ഈസ് ½ kx². ½ kx² ആണല്ലോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ടോട്ടൽ എനർജി കിട്ടണം. സിമ്പിളാണ് പരിപാടി. നിങ്ങൾ നോക്കിക്കോ, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എടാ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ കൊടുക്കുക. അകത്തേക്ക് കൊടുക്കുമ്പോൾ എങ്ങനെ കിട്ടുക? ½ ka² എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടേം, മൈനസ് ഉണ്ട്. സെക്കൻഡ് ടേം എന്താ വരിക? ½ k ഇൻറ്റു x² അല്ലേ. അപ്പോൾ -½ kx² സെക്കൻഡ് ടേം കിട്ടി. ഇനി ഇവിടെയുള്ള ടേം സർ അതേപോലെ തന്നെ എഴുതുന്നു, ദാറ്റ് ഈസ് ½ kx² എന്ന് പറയുന്ന അടുത്ത ടേം. ക്ലിയർ? അപ്പോൾ ഇവിടെ ഒരേപോലെ വരുന്ന രണ്ട് ടേംസും ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. -½ kx² പ്ലസ് ½ kx² വെട്ടിപ്പോവും. അപ്പോൾ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? ടോട്ടൽ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് അതെല്ലാം ഇപ്പോൾ എത്രയാണ്? ½ ka² ആണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ എടാ ഒരു രീതിയിലൂടെ എഴുതാൻ നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമല്ല. അതെന്തെന്നുള്ള എല്ലാവർക്കും ഇപ്പോൾ കത്തിയിട്ടുണ്ടാവും. കേനെ മാറ്റിയിട്ട് m⍵² എന്ന് കൊടുത്തിട്ട് ആ രീതിയിൽ വേണമെങ്കിലും എഴുതാം. എപ്പോഴും എനിക്ക് തോന്നുന്നത് ഏറ്റവും ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സുഖം എന്താണ്? കെ വെച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ആകുമ്പോൾ ½ ka² - x², പൊട്ടൻഷ്യൽ എനർജി ആകുമ്പോൾ ½ kx², ടോട്ടൽ എനർജി ആകുമ്പോൾ ½ ka². അതിൽ കേക്ക് വേണമെങ്കിൽ m⍵² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ള പോലെ പഠിച്ചിട്ട് വെക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? കാരണം ഞാൻ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി ഒക്കെ പഠിച്ച് ഇത് കണക്ട് ചെയ്തുകൊണ്ട് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ നോക്കിക്കേ, എടാ മീൻ പൊസിഷനിൽ പാർട്ടിക്കിൾ ഇതാ നിൽക്കുന്ന ആ തുടക്കത്തിലുള്ള പൊസിഷനിൽ നോക്കി നോക്കുക. പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എക്സിൻ്റെ വാല്യൂ 0 ആണ് അല്ലേ. പാർട്ടിക്കിൾ അവിടെ നിന്നാണ് മൂവ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അവിടെ 0 വരുന്നത് എന്താണ്? അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ പൊട്ടൻഷ്യൽ എനർജി അവിടെ നിന്ന് ഇങ്ങനെ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് പോകുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂ കൂടി വരും. ഓക്കെ, എന്നാൽ മീൻ പൊസിഷൻ തന്നെ നമ്മൾ നോക്കുമ്പോൾ അവിടെ വെലോസിറ്റി മാക്സിമം ആക്കാനും പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയ പോയിന്റിൽ വെലോസിറ്റി മാക്സിമം ആക്കാനും അതായത് അവിടെ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ½ mv² ആണല്ലോ കൈനറ്റിക് എനർജി, അത് മാക്സിമം ആക്കാനും അതിനെ കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എക്സിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ കൂടി വരും, കൈനറ്റിക് എനർജി ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, ഇതിന് രണ്ടിനും കണക്ട് ചെയ്യുന്ന ടോട്ടൽ എനർജിയുടെ ലൈനാണ് സത്യം പറഞ്ഞാൽ ഈ പോകുന്നത് കേട്ടോ. ഇതെന്താണ്? ടോട്ടൽ എനർജിയുടെ ലൈനാണ്. അപ്പോൾ അതാണ് kx കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈനറ്റിക് എനർജി, ux കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് രണ്ടും റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു കാര്യം ആലോചിച്ചാൽ മതി. എക്സാമിന് എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു മിഠായി വരച്ച് വെച്ചാൽ മതി. ഓക്കെ, മിഠായിയുടെ ഗ്രാഫാന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, സർ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇത് എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ സ്വീറ്റ്സ് ഒക്കെ വിതരണം ചെയ്യില്ല നമ്മൾ, അത് ആലോചിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ആ രീതിയിൽ ഗ്രാഫ് വരച്ച് വെക്കുക. ഇത് രണ്ടും കണ്ടിന്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ പറയാനുള്ള ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ടൈം പീരീഡ് ഓഫ് SHM. ഒരു SHMന്റെ ടൈം പീരീഡ് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ്. SHMന്റെ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ രണ്ടാൾക്കാരുടെ ടൈം പീരീഡ് ആണ് കണ്ടെത്തേണ്ടത്. എടാ SHM എന്ന് പറയുമ്പോൾ സ്പ്രിങ്ങും അതേപോലെ തന്നെ അല്ലേ നമ്മുടെ പെൻഡുലും രണ്ടാൾക്കാരാണല്ലോ. അപ്പോൾ ഈ രണ്ടാൾക്കാരുടെ ടൈം പീരീഡ് കാണാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഡെറിവേഷൻ ആണ് ചോദിക്കുക. എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സ്പ്രിങ്ങിൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. സാധാരണഗതിയിൽ ഫോഴ്സ് F എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാം, മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. പക്ഷേ സ്പ്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ സർ ഓൾറെഡി പറഞ്ഞു തന്നു, സ്പ്രിങ്ങിനെ പോലത്തെ ആൾക്കാരുടെ കേസിൽ എടാ എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇയാൾക്ക് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് ഇയാൾ എത്താൻ സഹായിക്കുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പോൾ F പ്രപ്പോർഷണൽ ടു എന്താണ്?
മൈനസ് എക്സ് ആണ്, എഫ് ഈസ് ഈക്വൽ ടു എന്താ സർ മൈനസ് കെ എക്സ് ആണ്. അപ്പോൾ സ്പ്രിങ്ങിനെ പോലത്തെ ആൾക്കാരുടെ കേസിൽ എല്ലായ്പ്പോഴും ഡിസ്പ്ലേസ്മെന്റും റീസ്റ്റോറി ഫോഴ്സും പ്രൊപ്പോർഷനാണ്. നല്ലോണം വലിച്ചാൽ തിരിച്ച് നല്ലോണം പോകും അല്ലേ, നല്ലോണം ഒരു റബ്ബർ ബാൻഡ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പോകുന്ന ഫോഴ്സും കൂടും. പക്ഷേ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. എന്നാൽ സാധാരണഗതിയിൽ സ്പ്രിങ്ങിന്റെ കേസിൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ മൈനസ് അല്ലേ, എം എ അല്ലല്ലോ മൈനസ് കെ എക്സ് എന്നല്ലേ കൊടുക്കണ്ടേ. അപ്പോൾ സാർ ഒരു കാര്യം ചെയ്യാണ്, അത് രണ്ട് ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ സാർക്ക് എന്താ കിട്ടുക, എം എ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് കിട്ടും അല്ലേ. അതായത് ആക്സിലറേഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് കെ ബൈ എം എക്സ് ആണ് സർ, മൈനസ് കെ ബൈ എം എക്സ് ആണ്. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന രീതി. സർ ചോദിച്ചോട്ടെ, ഈ കെ ബൈ എം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താ, എല്ലാവർക്കും അറിയാം. സർ നേരത്തെ പറഞ്ഞ കാര്യമാണ്, കെ എന്ന് പറഞ്ഞാടാ എം ഒമേഗ സ്ക്വയർ ആണ് അല്ലേ. കെ എന്ന് പറഞ്ഞാൽ എന്താ, എം ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ കെ ബൈ എം എന്ന് പറഞ്ഞാൽ എന്താ, അത് ഒമേഗ സ്ക്വയർ അല്ലേ. ഓഫ് കോഴ്സ് അതെ. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് സർക്ക് വേണമെങ്കിൽ ഇതിന് എഴുതിക്കൂടെ, എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഓഫ് കോഴ്സ് എഴുതാം. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അതായത് സർ ആ സ്റ്റെപ്പിൻ്റെ അടുത്ത് എഴുതാന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ ബൈ എം ആണ്, ഓൾറെഡി സർ പറഞ്ഞു. അപ്പോൾ സർ ഇതാ ഇതിനെ ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം എന്നുള്ള രീതിയിൽ എഴുതുകയാണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ സ്ക്വയറിന് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ റൂട്ട് കെ ബൈ എം ആണ് ഒമേഗ എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, ഒമേഗ എന്ന് പറഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2π ബൈ ടൈം പീരീഡ് അല്ലേ ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ബൈ ടൈം പീരീഡാ. അത് ഈസ് ഈക്വൽ ടു എന്തെന്നാ കിട്ടിയേ, റൂട്ട് കെ ബൈ എം ആണ് ഒമേഗ എന്നാ കിട്ടിയത്. അപ്പോൾ സർ ഒമേഗക്ക് പകരം എന്താക്കിയേ 2π, അത് ഒമേഗ തന്നെയാണ്, 2π ബൈ ടൈം പീരീഡ് എന്ന് എഴുതി. അത് ഈസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് ടൈം പീരീഡ് ആണ്, അത് കിടക്കുന്നത് അടിയിലാണ്. അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ തിരിച്ചു കണ്ടു വരും. നിങ്ങൾ നോക്കണ്ട കേട്ടോ, രണ്ട് ഭാഗത്തും നമ്മൾ തിരിച്ചു കണ്ടു വരും. അപ്പോൾ ടി ബൈ 2π ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, റൂട്ട് എം ബൈ കെ. എങ്ങനെയാണ് സർ ഇത് കിട്ടിയത്, ഓൺ ടേക്കിംഗ് റെസിപ്രോക്കൽ. രണ്ട് ഭാഗത്തും നമ്മൾ റെസിപ്രോക്കൽ എടുത്ത സമയത്താണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത് അല്ലേ. രണ്ട് ഭാഗത്തും സർ റെസിപ്രോക്കൽ എടുത്ത സമയത്താണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. രണ്ട് ഭാഗത്തും തിരിച്ചിട്ട സമയത്താണ് ഇങ്ങനെ കിട്ടിയത്. വേറെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ, സിമ്പിൾ ആയിട്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് ടൈം പീരീഡ് ആണ്. അടിയിലതല്ലാതെ ഒരാൾ കിടക്കുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അടിയിലെ ടേം അത് എങ്ങോട്ടാ പോവുക, മുകളിലേക്കല്ല. അടിയിലെ ടേം എങ്ങോട്ടാ പോവുക, മുകളിലേക്കാ പോവുക. അപ്പോൾ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, 2π റൂട്ട് എം ബൈ കെ എന്നുള്ള രീതിയിലാണ് കിട്ടുക. 2π റൂട്ട് എം ബൈ കെ. ഇതാണ് ഒരു സ്പ്രിങ്ങിന്റെ കേസിൽ ടൈം പീരീഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. സ്ഥിരം എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഈസി ആയിട്ട് മക്കൾ ചെയ്യണം. ഓക്കെ അല്ലേ, എല്ലാവർക്കും കൃത്യമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇതല്ലെങ്കിൽ സർ പിന്നെ എന്താ ചോദിക്കുക, ഇതല്ലെങ്കിൽ ചോദിക്കുന്ന കാര്യമാണ് എന്ത്, നമ്മുടെ പെൻഡുലത്തിന്റെ കേസ്. ക്ലിയർ. ഈ പെൻഡുലം ഇവിടെ നമ്മൾ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അല്ലേ. പെൻഡുലത്തിന്റെ കേസ് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പെൻഡുലം ഇത്തരത്തിൽ നമ്മളിങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഹാങ് ചെയ്ത് വെച്ചത്. ഇതിന്റെ ലെങ്ത് L ആണെന്ന് മനസ്സിലാക്കുക. ലെങ്ത് എന്താ, L ആണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ട് പാർട്ടിക്കിൾ ഇരിക്കുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഓൾറെഡി ഇരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ആംഗിൾ എന്താ, ഇത് തീറ്റയാണ് അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇതിങ്ങനെ ഓൾറെഡി ഒരാൾ വലിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കൈ എടുക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് ഇരിക്കുന്ന നിങ്ങൾ ചിന്തിച്ച് നോക്കുക. കൈ എടുക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഇത് തിരിച്ച് ഇതിന്റെ മീൻ പൊസിഷനിലേക്ക് തിരിച്ചു വരും അല്ലേ. കൈ ജസ്റ്റ് എടുക്കുന്ന സമയത്ത് തിരിച്ച് മീൻ പൊസിഷനിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഓൾറെഡി ഇതിനെ ഒരു ഡിസ്പ്ലേസ്മെന്റിൽ എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് വെച്ചതാണ്. കൈ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തിരിച്ച് മീൻ പൊസിഷനിലേക്ക് വരും. നിങ്ങൾ ചിന്തിച്ചൊന്ന് നോക്കിയേ. ഇങ്ങോട്ട് ഇത് തിരിച്ചു വരണമെങ്കിൽ അങ്ങോട്ട് ആരോ ഫോഴ്സ് കൊടുത്ത് അങ്ങനെ വെച്ചതാണ്. തിരിച്ച് ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ ഡയറക്ഷനിൽ ഏതൊരു ഫോഴ്സ് ആക്ട് ചെയ്യണ്ടേ, മീൻ പൊസിഷനിലേക്ക് ഏതെങ്കിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണ്ടേ. അത് ഏതാ ഫോഴ്സ്, അത് നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ് അവിടെ ഉണ്ട്, നമുക്കറിയാം ഏതാണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി നോക്കുകയാണ്. ഇങ്ങനെ ബോബ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് mg താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതല്ലാതെ അവിടെ വേറെ ഫോഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അതിന്റെ കമ്പൗണ്ട്സ് എടുത്ത് നോക്കാം. കമ്പൗണ്ട്സ് എടുക്കുന്ന സമയത്ത് ഒരു കമ്പൗണ്ട് ഇങ്ങനെയും ഒരു കമ്പൗണ്ട് ഈ ഡയറക്ഷനും വരും അല്ലേ. അപ്പോൾ ഈ ലെങ്ത് അതേ സാധനമാണ് ഇത് അല്ലേ. ഈ ലൈൻ തന്നെയാണ് ഈ ലൈൻ അല്ലേ. ഇതേ ലൈൻ്റെ എക്സ്റ്റൻഷൻ ആണ് ഈ പോണത്. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ബാക്ക് അടിച്ച് ഒന്നുകൂടെ കേട്ട് നോക്കുക. ഇതേ ലൈനാണ് ഇത് അല്ലേ, അതിന്റെ എക്സ്റ്റൻഷൻ ഇത്. ക്ലിയർ. അപ്പോൾ mg ഇത് തീറ്റത്, അങ്ങനെ ഈ കമ്പൗണ്ട് mg സൈൻ തീറ്റ എന്ന് കൊടുക്കാൻ തോന്നും, അത് കൊടുക്കരുത്. എന്താണ്, mg കോസ് തീറ്റ അല്ലെ. തീറ്റയോട് ചെറുത് കിടക്കുന്ന സൈഡ് mg കോസ് തീറ്റ. ഈ കമ്പൗണ്ട് ഏതാ, അത് mg സൈൻ തീറ്റ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സാർ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഫോഴ്സ് സ്പ്രിങ്ങിന്റെ കേസിൽ ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് കെ എക്സ് കൊടുത്തു വെച്ചെങ്കിൽ ഇവിടെ ഫോഴ്സിനെ കൊടുക്കേണ്ടത് മൈനസ് mg സൈൻ തീറ്റ എന്നാ. എന്തിനാ സാറേ മൈനസ്, ഇങ്ങോട്ടല്ലേ. അപ്പോൾ മൈനസ് mg സൈൻ തീറ്റ. സാധാരണഗതിയിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അത് മാസ് ഇൻടു ആക്സലറേഷൻ. അത് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ്, അത് മൈനസ് mg സൈൻ തീറ്റ അല്ലെങ്കിൽ തീറ്റ എന്ന് കൊടുത്താലും മതി. എന്തുകൊണ്ടാണ് സാറേ തീറ്റ എന്ന് കൊടുക്കാൻ കാര്യം, തീറ്റ വാല്യൂ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ, ഇഫ് തീറ്റ ഈസ് സ്മോൾ, തീറ്റയുടെ വാല്യൂ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈൻ തീറ്റ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീറ്റ എന്ന് കൊടുക്കുക. അങ്ങനെ സാധാരണ ഇതിൽ മാക്സിലുള്ള റൂളാണ്. സൈനും ഇത് ബാധകമാണ്, ടാനും ബാധകമാണ്, കോസിന് പറ്റൂല. ഓക്കെ, ഇഫ് തീറ്റ വാല്യൂ ഇസ് വെരി സ്മോൾ, സൈൻ തീറ്റ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു തീറ്റ. ടാൻ്റെ കേസിൽ ഇത് പറ്റും കേട്ടോ.
അപ്പോൾ ഇവിടുത്തെ തീറ്റയുടെ വാല്യൂ വളരെ കുഞ്ഞ് ആംഗിൾസിലാവുമ്പോഴേ അല്ലെ ടു ആൻഡ് ഫ്രോ ഡയറക്ഷനിൽ മൂവ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഒരു കുഞ്ഞ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ അല്ലെ ടു ആൻഡ് ഫ്രോ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ എനിക്ക് സെർച്ച് ചോദിച്ചോട്ടെ, രണ്ട് ഭാഗത്തുള്ള എം ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, മൈനസ് ജി തീറ്റ. ഞാൻ ചോദിക്കട്ടെ, എടാ തീറ്റ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, ഇവിടുത്തെ ആംഗിൾ അല്ലേ അല്ലേ, ഇവിടുത്തെ ആംഗിളാണ് തീറ്റ എന്ന് പറയുമ്പോൾ. എല്ലാവർക്കും അറിയുന്ന റിലേഷൻ ഉണ്ടല്ലോ, ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസാ. ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസാ. ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ, ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസാ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, സർക്ക് ഇവിടെ വേണ്ടത് ഇവിടുത്തെ ആംഗിൾ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആംഗിൾ ആണ് വേണ്ടത്. ഞാൻ എന്ത് ചെയ്താൽ ഇവിടുത്തെ ആർക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ അല്ലേ ലെങ്ത് എക്സ് എന്ന് പറയുന്ന അല്ലെ ഇതിന് മൂവ് ചെയ്ച്ച ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്. അതായത് എടാ ജി എക്സ് ഡിവൈഡ് ബൈ എൽ എന്ന് എനിക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. അതായത് എ മൈനസ് ജി എക്സ് ബൈ എൽ എന്ന് കൊടുത്തു. സാർ എങ്ങനെ കൊടുത്ത്, എടാ തീറ്റനെ ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് എന്നുള്ള രീതിയിൽ കൊടുത്തതാ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ക്ലിയർ? സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുക, പ്രശ്നമില്ല വിചാരിക്കുക. ഇതെന്താ SHM അല്ലേ. SHM-ന്റെ കേസിൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഒമേഗ സ്ക്വയർ എക്സ് ആണ് അല്ലേ, അല്ലെങ്കിൽ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ് ഒരു SHM-ന്റെ കേസിൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ അല്ലേ. മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് അല്ലെങ്കിൽ എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലേ. അപ്പോൾ SHM-ന്റെ കേസിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. സർ ഈസ് ഈക്വൽ ടു മൈനസ് ജി എക്സ് ഡിവൈഡ് ബൈ എൽ എന്ന് കൊടുക്കുക. രണ്ട് ഭാഗത്തും മൈനസിൻ്റെ വെട്ടിക്കളയുന്നു, രണ്ട് ഭാഗത്തും എക്സ് ഉണ്ട് അതും വെട്ടിക്കളയുന്നു. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക, റൂട്ട് ജി ബൈ എൽ. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ്, ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ, അത് 2π ബൈ ടൈം പീരിയഡാ. 2π ബൈ ടൈം പീരിയഡാ. അത് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയേ, റൂട്ട് ജി ബൈ എൽ എന്നാണ് സർ കിട്ടിയത്. റൂട്ട് ജി ബൈ എൽ ആണ് എന്ത്, ഒമേഗ എന്ന് പറയുന്ന ആൾ. നമുക്ക് വേണ്ടത് എന്താ, ടി അല്ലേ. അപ്പോൾ ടൈം പീരിയഡ് കിടക്കുന്ന അടിയിലാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ റെസിപ്രോക്കൽ എടുക്കുക. ഓൺ ടേക്കിംഗ് റെസിപ്രോക്കൽ, ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ സർ അപ്പം എന്താ കിട്ടുക, ഇതാ രണ്ട് ഭാഗത്ത് സർ തിരിച്ചിടുകയാണ്. അപ്പോൾ ടി ബൈ 2π ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, റൂട്ട് എൽ ബൈ ജി എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് എന്താ, അത് ടൈം പീരിയഡാ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക, അടിയിലുള്ള 2π അപ്പുറത്തേക്ക് പോവും. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് എൽ ബൈ ജി എന്നുള്ള രീതിയിലാണ് റിലേഷൻ നമുക്ക് കിട്ടുക. ഓക്കെ, ഈ കേസിൽ ഇങ്ങനെയാണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇതാണ് ടൈം പീരീഡ്. ഷുവർ ക്വസ്റ്റൻ എക്സാം എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതിൽ തന്നെ പലപ്പോഴൊക്കെ സെക്കൻഡ് സ്പെൻഡിൽ എന്ന് പറഞ്ഞൊരു പെൻഡുലത്തിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ട്. സെക്കൻഡ് സ്പെൻഡിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതിൻ്റെ ടൈം പീരീഡ് 2 സെക്കൻഡ് ആയ പെൻഡുലത്തിനെയാണ് സെക്കൻഡ് സ്പെൻഡിൽ എന്ന് പറയാം. എവിടെയെങ്കിലും ഇങ്ങനെ വാക്ക് കേട്ടാൽ സെക്കൻഡ് സ്പെൻഡിൽ എന്ന് കേട്ടാൽ പെൻഡുലം തന്നെയാണ് സാധനം. ടൈം പീരീഡ് 2 സെക്കൻഡ് ആയ പെൻഡുലത്തെയാണ് എന്ത് പറയാം, സെക്കൻഡ് സ്പെൻഡിൽ എന്ന് പറയാം. അപ്പോൾ അതിനോട് അതിൻ്റെ കൂടെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ വേറെ ഒന്നുമില്ല കേട്ടോ. അത് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല, എന്നാലും ജസ്റ്റ് പെൻഡുലത്തിൻ്റെ കേസിൽ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് സെക്കൻഡ് സ്പെൻഡിലും. ആ വാക്ക് എവിടെയെങ്കിലും കേൾക്കുമ്പോൾ അങ്ങനെ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. ബാക്കി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന സെഷനിലൊക്കെ ക്ലിയർ ആക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് ഫുൾ എനർജി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതിലേക്കും ബൈ ബൈ.